കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം ഈ നല്ല നിമിഷത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. മാറ്റമില്ലാത്ത കർത്താവിന്റെ വചനവുമായി വീണ്ടും ഒരിക്കൽ കൂടെ ഈ കൂട്ടായ്മയിൽ കടന്നു വരുവാൻ ദൈവം ഒരുക്കിയ നല്ല അവസരത്തിനായി പ്രാരംഭത്തിൽ തന്നെ സകലമാനവും മഹത്വവും ഞാൻ കർത്താവിന് അർപ്പിക്കുന്നു. വിശേഷാൽ ഇൻ ഗ്രേസ് പ്രയർ ഫെലോഷിപ്പ് എന്ന ഈ കൂട്ടായ്മയിൽ ആയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. എന്നെ സെഷനിലേക്ക് ക്ഷണിച്ച ഈ പ്രവർത്തനത്തിന് പിൻപിൽ അധ്വാനിക്കുന്ന കർത്താവിന്റെ അഭിഷിക്ത ബീന ആന്റി പ്രിയ കുടുംബത്തോടുള്ള നന്ദി അറിയിക്കുകയാണ്. സന്നിഹിതരായിരിക്കുന്ന എല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാവർക്കും വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എന്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ദൈവത്തിന്റെ ആത്മാവിന്റെ വലിയ സാന്നിധ്യം ഇന്ന് നമ്മുടെ മധ്യത്തിലുണ്ട്. കർത്താവിന്റെ സന്നിധാനത്തിൽ നമ്മളായിരിക്കുമ്പോൾ വളരെ പ്രതീക്ഷയോടെ നമുക്കായിരിക്കാം. നമ്മെ നന്നായി അറിയുന്ന കർത്താവിന്റെ സന്നിധിയിലാണ് നമ്മൾ ആയിരിക്കുന്നത്. ഹല്ലേലൂയ, പ്രൈസ് ലോർഡ്. ദൈവത്തിൽ നിന്ന് വലിയ നമുക്ക് പ്രതീക്ഷിക്കാം. കർത്താവിന്റെ ആത്മാവ് നമ്മുടെ വസ്തുവുമായി വശത്തിലൂടെ ആത്മാവിലൂടെ ഇടപെടട്ടെ എന്ന പ്രാർത്ഥനയോടെ നമുക്ക് കർത്താവിന്റെ പാദപീഠത്തിലായിരിക്കാം. ഇന്നത്തെ ആത്മീക ചിന്തയ്ക്ക് ആധാരമായിട്ട് സങ്കീർത്തനം 29 അധ്യായം അതിന്റെ 11 വാക്യത്തിലേക്ക് നമുക്ക് കടന്നു വരാം. സങ്കീർത്തനം 29 അധ്യായം Psalm 29 verse 11 അതിന്റെ 11 വാക്യം. അവിടെ നമുക്ക് ഇപ്രകാരമാണ് കാണുവാൻ കഴിയുന്നത്: യഹോവ തന്റെ ജനത്തിന് ശക്തി നൽകും, യഹോവ തന്റെ ജനത്തെ സമാധാനം നൽകി അനുഗ്രഹിക്കും. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടച്ച് കർത്താവിന്റെ സന്നിധാനത്തിൽ നമുക്ക് നമ്മെ തന്നെ സമർപ്പിച്ചു പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. കർത്താവിന്റെ ആത്മാവിന്റെ രാത്രികാലം നമ്മുടെ വസ്തുമായി ഇടപെടേണ്ടതിന്, മാനുഷികമായ ഒരു ശബ്ദമല്ല, പരിശുദ്ധാത്മാവ് നമ്മുടെ മധ്യത്തിൽ വലിയവ പ്രവർത്തിക്കേണ്ടതിന്, ദൈവികമായ അരുളപ്പാടുകൾ ഇന്ന് രാത്രികാലം കൈമാറപ്പെടേണ്ടതിന്, കർത്താവിന്റെ ഹൃദയത്തിൽ മറഞ്ഞിരിക്കുന്ന ദൈവീക പദ്ധതികൾ ആമേൻ ദൈവാത്മാവ് നമ്മോട് സംസാരിക്കണം. നമുക്ക് ഹല്ലേലൂയ ആത്മാവിൽ പ്രാർത്ഥിക്കാനൊക്കെ വരം ലഭിച്ചവർ അന്യഭാഷകളിൽ പ്രാർത്ഥിച്ചു തുടങ്ങിയ ദൈവത്തിന്റെ വലിയ സാന്നിധ്യം നമ്മുടെ മധ്യത്തിലുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. വചന വെളിപ്പാടുകളെ തടയുന്ന എല്ലാ ഇരുളിന്റെ മേഖലകളെ മേലും ശാസിച്ച് ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ ജയം പ്രഖ്യാപിക്കുകയാണ്. കർത്താവേ, ഈ സെഷനിൽ ജോയിൻ ചെയ്തിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരെയും ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ആമേൻ. ദൈവത്തിന്റെ ആത്മാവ് ഞങ്ങളോട് സംസാരിക്കണമേ കർത്താവേ. ഹല്ലേലൂയ. ഏത് ആത്മാവിനാൽ വചനം എഴുതപ്പെട്ടു അതേ ആത്മാവ് ഞങ്ങളോട് ഇന്ന് രാത്രികാലം ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. വളരെ പ്രതീക്ഷയോടെ അങ്ങയുടെ സന്നിധാനത്തിൽ ആയിരിക്കുന്ന ജനത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങ് ഹൃദയങ്ങളെ അറിയുന്നപ്പനാണ്, അങ്ങ് ഉള്ളങ്ങളെ ആമേൻ നിലവുകളെ അറിയുന്ന കർത്താവാണ്. ദൈവകരങ്ങളിലേക്ക് ഞങ്ങളെ തന്നെ സമർപ്പിക്കുകയാണ്. ദൈവാത്മാവ് ഞങ്ങളോട് സംസാരിക്കണം. സകലവും കർത്താവിന്റെ നടത്തിപ്പിന്റെ അകത്തായിരിക്കേണ്ടത് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. സ്വർഗം വന്ന് ചെയ്യുന്നത് ഓർത്ത് നന്ദി, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. നമുക്ക് വളരെ സുപരിചിതമായിട്ടുള്ള ഒരു വേദവാക്യമാണ് നമുക്കിവിടെ വായിക്കുവാനിടയായി തീർന്നത്. അവിടെ സങ്കീർത്തനക്കാരനായ ദാവീദ് ആ അധ്യായത്തിൽ ദൈവത്തിന്റെ പ്രത്യേകതകളെ കുറിച്ചാണ് പറയുന്നത്. സ്തോത്രം. കർത്താവിന്റെ ജനം ചെയ്യേണ്ട കാര്യങ്ങളും അതുപോലെ തന്നെ ദൈവം തന്റെ ജനത്തിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളുമാണ് പ്രധാനമായിട്ട് ആ അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. അതിന്റെ 1 വാക്യം പറയുകയാണ്: ദൈവപുത്രന്മാരെ യഹോവയ്ക്ക് കൊടുപ്പീൻ, യഹോവയ്ക്ക് മഹത്വവും ശക്തിയും കൊടുപ്പീൻ. അതായത് ദൈവമക്കൾ എന്ന നാം ചെയ്യേണ്ട കാര്യത്തെ കുറിച്ചാണ് താൻ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ദൈവപുത്രന്മാരെ യഹോവയ്ക്ക് കൊടുക്കണം, യഹോവയ്ക്ക് ലഭിക്കേണ്ട മഹത്വം നാം കൊടുക്കണം. സ്തോത്രം. ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടിലേക്ക് നോക്കിയാൽ പലർക്കും മഹത്വം കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. എന്നാൽ കർത്താവിന്റെ വചനം വ്യക്തമായി നമ്മോട് പറയുന്നത് ദൈവത്തിനുള്ള മഹത്വം അത് കർത്താവിനുള്ളതാണ്. ഹല്ലേലൂയ, സ്തോത്രം. യെശയ്യാ പ്രവാചകനിലൂടെ കർത്താവ് ഇപ്രകാരം പറയാണ്: ഞാൻ എന്റെ മഹത്വം മറ്റാർക്കും വിട്ടുകൊടുക്കത്തില്ല, ഞാൻ എന്റെ സ്തുതി വിഗ്രഹങ്ങൾക്ക് വിട്ടുകൊടുക്കത്തില്ല. അപ്പോൾ ദൈവത്തിനുള്ള മഹത്വം ദൈവത്തിന് തന്നെ ആയിരിക്കണം. സ്തോത്രം. ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുകയാണ്: യഹോവയ്ക്ക് മഹത്വവും ശക്തിയും കൊടുപ്പീൻ, യഹോവയ്ക്ക് അവന്റെ നാമത്തിന്റെ മഹത്വം കൊടുപ്പീൻ. സ്തോത്രം. കർത്താവിന്റെ നാമത്തെ കുറിച്ച് നമ്മൾ ദൈവവചനത്തിൽ വായിക്കുമ്പോൾ ദൈവത്തിന്റെ നാമത്തിന്റെ പ്രത്യേകതകൾ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. സർവശക്തിയുള്ള ദൈവം, ആമേൻ. സ്തോത്രം. ഞാനാകുന്നവൻ ഞാനാകുന്നു എന്ന് അരുളി ചെയ്ത ദൈവം, ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. അത്ഭുത മന്ത്രിയായ കർത്താവ്, വീരനായ ദൈവം, നിത്യപിതാവായ ദൈവം. അപ്പോൾ യഹോവയുടെ പല നാമങ്ങളെ കുറിച്ച് നമുക്ക് ദൈവവചനത്തിൽ കാണുവാൻ കഴിയുന്നുണ്ട്. ഇവിടെ സങ്കീർത്തനക്കാരൻ പറയാണ്: യഹോവയ്ക്ക് അവന്റെ നാമത്തിന്റെ മഹത്വം കൊടുപ്പീൻ. സ്തോത്രം. വിശുദ്ധ
അലങ്കാരം ധരിച്ച് യഹോവയെ നമസ്കരിപ്പി. അപ്പോൾ 1ഉം 2ഉം വാക്യങ്ങൾ നാം ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ചാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ 3 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിച്ചു വരുമ്പോൾ ദൈവത്തിന്റെ ശബ്ദത്തിന്റെ പ്രത്യേകത നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അതായത് കർത്താവ് ഒരു വാക്കരുളിയാൽ, സ്തോത്രം, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ആമേൻ ഹല്ലേലൂയ ദൈവീക വിടുതലുകൾ സംഭവിക്കും. ഹല്ലേലൂയ. കർത്താവിന്റെ ശബ്ദത്തിന് വലിയ പ്രാധാന്യമുണ്ട്. കർത്താവിന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വാക്കിന് വലിയ പ്രാധാന്യമുണ്ട്. സ്തോത്രം. അത് മനസ്സിലാക്കിയവരൊക്കെ കർത്താവിനോട് പറഞ്ഞിട്ടുണ്ട്, കർത്താവേ നിന്റെ ഒരു വാക്ക് മതി. അതായത് കർത്താവ് വന്നില്ലെങ്കിലും കുഴപ്പമില്ല, കർത്താവ് ഒരു വാക്ക് പറഞ്ഞാൽ എന്റെ ബാല്യക്കാരന് സൗഖ്യമാകും, കർത്താവ് ഒരു വാക്ക് കൽപ്പിച്ചാൽ എനിക്ക് വിടുതലാ. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് ഞാൻ ഇപ്രകാരം പറയുവാൻ ആഗ്രഹിക്കുന്നു, ദൈവത്തിന്റെ വാക്കിനു വേണ്ടി നമ്മൾ കാത്തിരിക്കണം. സ്തോത്രം. ഹല്ലേലൂയ. കർത്താവിനോട് പറയണം, കർത്താവേ എന്നോടൊന്ന് സംസാരിക്കണമേ, ആമേൻ, എന്നോടൊന്ന് ഇടപെടണമേ. ഹല്ലേലൂയ. ശമൂവേൽ പ്രവാചകൻ തന്നെ താൻ സമർപ്പിച്ചു ബാലനായിരുന്നപ്പോൾ കർത്താവിനോട് പറയുക, കർത്താവേ ഞാൻ കേൾക്കുന്നു, നിന്റെ ദാസൻ കേൾക്കുന്നു, അടിയനോട് അരുളി ചെയ്യണമേ. ഹല്ലേലൂയ. ഇതാണ് പ്രിയപ്പെട്ടവരെ ദൈവം നമ്മിലൂടെയും ആഗ്രഹിക്കുന്നത്. സ്തോത്രം. കർത്താവ് സംസാരിക്കുമ്പോൾ സംസാരിച്ചു കൊള്ളട്ടെ, അങ്ങനെയല്ല, കർത്താവ് എന്നോടൊന്ന് സംസാരിക്കണമേ. ദൈവത്തിന്റെ വാക്കിനും കർത്താവിന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ ശബ്ദത്തിനും വലിയ പ്രാധാന്യമുണ്ട്. സ്തോത്രം. നമ്മുടെ ബുദ്ധി കൊണ്ട് നമ്മൾ ചിന്തിക്കുന്നതിൽ അപ്പുറമായി, നമ്മുടെ ചിന്തകൾ കൊണ്ട് നാം ചിന്തിക്കുന്നതിൽ അപ്പുറമായിട്ട് ദൈവത്തിന്റെ ശബ്ദത്തിന് പ്രാധാന്യമുണ്ട്. ഇവിടെ 3-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, യഹോവയുടെ ശബ്ദം വെള്ളത്തിന്മീതെ മുഴങ്ങുന്നു. എന്നിട്ട് പറയുകയാണ്, പെരുവെള്ളത്തിന്മീതെ യഹോവ മഹത്വത്തിന്റെ ദൈവം തന്നെ ഇടിമുഴക്കുന്നു. സ്തോത്രം. അപ്പോൾ ദൈവത്തിന്റെ ശബ്ദം ഒന്നാമതായി ചെയ്യുന്നത് മുഴങ്ങുകയാ. സ്തോത്രം. കർത്താവിന്റെ ശബ്ദം മുഴങ്ങുമ്പോൾ അവിടെ ചില വിടുതലുകൾ നടക്കുന്നുണ്ട്, വെള്ളത്തിന്റെ മീതെ ചിലത് ഉളവാകുന്നുണ്ട്. സ്തോത്രം. ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്, കർത്താവ് ആമേൻ ഉണ്ടാകട്ടെ എന്ന് അരുളി ചെയ്തപ്പോൾ ചിലത് ഉണ്ടായി. സ്തോത്രം. അപ്പോൾ ദൈവത്തിന്റെ ശബ്ദത്തിന് വലിയ പ്രാധാന്യമുണ്ട്. ആമേൻ. ഹല്ലേലൂയ. അത് എന്റെ വിഷയമല്ല എങ്കിലും സ്തോത്രം, അതിന്റെ അധ്യായം നമ്മൾ വായിക്കുമ്പോൾ 4-ാം വാക്യം പറയുകയാണ്, യഹോവ ശബ്ദം ശക്തിയോടെ മുഴങ്ങുന്നു, യഹോവയുടെ ശബ്ദം മഹിമയോടെ മുഴങ്ങുന്നു, യഹോവയുടെ ശബ്ദം ദേവദാരുക്കളെ തകർക്കുന്നു, യഹോവ ലെബാനോനിലെ ദേവദാരുക്കളെ തകർക്കുന്നു. അതായത് നമ്മുടെ ബുദ്ധിക്കും ചിന്തകൾക്കും അപ്പുറമായിട്ടാണ് ദൈവത്തിന്റെ ശബ്ദത്തിന്റെ പ്രത്യേകത. സ്തോത്രം. ചിലതിനെ കർത്താവിന്റെ ശബ്ദം തകർക്കും. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലെ, നിനക്ക് വിരോധമായി നിൽക്കുന്ന ചില അപവാദങ്ങൾ, നിനക്ക് വിരോധമായി നിൽക്കുന്ന ചില നിന്ദകൾ, ചില ശത്രുവിന്റെ പദ്ധതികൾ, ചില പ്രതിയോഗിയുടെ വാക്കുകളെ തകർക്കുവാൻ ദൈവത്തിന്റെ ശബ്ദം മതി. ഹല്ലേലൂയ. ഇവിടെ ലെബാനോനിലെ ദേവദാരുക്കൾ എന്ന് പറയുമ്പോൾ പ്രാധാന്യമുള്ള ഒരു ദേവദാരുവാണ് പഴയ നിയമത്തിൽ. എന്നാൽ കർത്താവിന്റെ ഒറ്റ ശബ്ദം മതി അതിനെ തകർത്ത് കളയുവാൻ. ഹല്ലേലൂയ. അതായത് ഞാൻ ശ്രേഷ്ഠനാണ്, അല്ലെങ്കിൽ എന്നെ കൊണ്ടേ കഴിയൂ, ആമേൻ, എനിക്കാണ് മഹത്വം ഉള്ളതെന്ന് ലെബാനോനിലെ ദേവദാരു പറഞ്ഞാലും ദൈവത്തിന്റെ ഒറ്റയൊരു ശബ്ദം മതി അതിനെയും തകർത്ത് കളയുവാൻ. അതുകൊണ്ട് ഈ ഭൂമിയിൽ ഒന്നിനും ആർക്കും പുകഴുവാനില്ല. സ്തോത്രം. കർത്താവിന്റെ വാക്കിനാൽ ഉളവായതുകൊണ്ട് കർത്താവിന്റെ ഒറ്റയൊരു വാക്ക് മതി ആമേൻ ആമേൻ സ്തോത്രം തകർക്കുവാനും. അതുകൊണ്ട് ദൈവസന്നിധാനത്തിൽ നമ്മൾ ആയിരിക്കുമ്പോൾ വളരെ ഭക്തിയോടെ നമ്മൾ ആയിരിക്കണം. സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസങ്ങളിൽ ദൈവാത്മാവ് എന്നോട് ഇപ്രകാരം ഇടപെടുവാൻ ഇടയായി തീർന്നു. പൗലോസ് ലേഖനത്തിൽ ഇപ്രകാരമാണ് പറയുന്നത്, ഞെളിയാതെ ഭയപ്പെടുക. അതായത് ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. കൊമ്പുകളിൽ ചിലതിനെ ഒടിച്ചിട്ട് ആമേൻ കാട്ടൊലിവായിരുന്ന ചിലത്, അല്ലെങ്കിൽ കാട്ട് ഒലിവിന്റെ അകത്തായിരുന്ന ചില കൊമ്പിനെ എടുത്ത് ആമേൻ ആമേൻ നല്ല യോഗ്യത ഉള്ളതിനോടെ നട്ട് ആമേൻ ചേർത്തിരിക്കുക. അതുകൊണ്ട് ആമേൻ പ്രശംസിക്കാനൊന്നുമില്ല. കാരണം എന്താ? ആമേൻ ചിലതിനെ കർത്താവ് ആദ്യമേ ഒടിച്ചു. സ്തോത്രം. ആ ഒടിച്ചിട്ട് യോഗ്യതയില്ലാതെ ചിലതിനെയാണ് അങ്ങോട്ട് ചേർത്തത്. അതുകൊണ്ട് ഈ ഒടിച്ചതിനെ ഒടിച്ചതുപോലെ തന്നെ ഈ യോഗ്യതയില്ലാത്തതിനെ ഒടിക്കുവാനുള്ള അധികാരവും ദൈവത്തിനുണ്ട്. ചേർത്തവൻ അതുകൊണ്ട് അധികാരമുള്ളത് കൊണ്ട് ആമേൻ സ്തോത്രം. കൊമ്പുകൾക്ക് പ്രശംസിക്കാനൊന്നുമില്ല. കാരണം ആമേൻ വേരിനെയല്ല നിങ്ങൾ ആമേൻ ഹല്ലേലൂയ നിലനിർത്തുന്നത്, വേരാണ് നിങ്ങളെ നിലനിർത്തുന്നത്. ആമേൻ. ഒരുപക്ഷെ നിങ്ങൾ പറയും, അത് ഒടിഞ്ഞു പോയല്ലോ, നമ്മൾ വിശ്വാസത്താൽ നിലനിൽക്കുന്നു, അതുകൊണ്ട് ഞെളിയാതെ ഭയപ്പെടണമെന്ന് പൗലോസ് പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, ദൈവസന്നിധിയിൽ ആയിരിക്കുമ്പോൾ കർത്താവ് ഒരു വാക്കുകൊണ്ട് ചിലതിനെ ഉളവാക്കിയതുപോലെ തകർക്കുവാനും ദൈവത്തിന് കഴിയും. ഈ അധ്യായം അതിന്റെ ആമേൻ സ്തോത്രം 6-ാമത്തെ വാക്യം പറയുക, അവൻ അവയെ കാളക്കുട്ടിയെ പോലെ ലെബാനോനെയും സിരിയോനെയും കാട്ടുപോത്തിൻ കുട്ടിയെ പോലെ തുള്ളിക്കുന്നു. യഹോവയുടെ ശബ്ദം അഗ്നിജ്വാലകളെ ചിഹ്നിക്കുന്നു. യഹോവയുടെ ശബ്ദം മരുഭൂമിയെ നടക്കുന്നു. യഹോവ കാദേശ് മരുവിനെ നടുക്കുന്നു. യഹോവയുടെ ശബ്ദം മാൻപേടകളെ പ്രസവിക്കുമാറാക്കുന്നു.
അത് വനങ്ങളെ തോലുരിക്കുന്നു, അവന്റെ മന്ദിരത്തിൽ സകലവും മഹത്വം എന്ന് ചൊല്ലുന്നു. സ്തോത്രം. അതായത് ഒന്നിനും അതിൻ്റെ അകത്ത് പ്രശംസിപ്പാനില്ല. കാരണം ആമേൻ, എന്തിനേയും ജനിപ്പിക്കുവാൻ ദൈവത്തിന്റെ ശബ്ദം മതി. ഹല്ലേലൂയ. മാൻപേടകളെ പോലും പ്രസവിപ്പിക്കുമാറാക്കുന്നതാണ് യഹോവയുടെ ശബ്ദം. ആമേൻ. മരുഭൂമിയിൽ വലിയ ആമേൻ മരുഭൂമിയുടെ വനത്തിലുള്ള വൃക്ഷത്തിന്റെ ഒക്കെ പ്രത്യേകത, അത് വലിയ ആമേൻ ചൂടിനകത്ത് നിൽക്കുന്ന വൃക്ഷമാണ്. സ്തോത്രം. അതിനുപോലും ദൈവസന്നിധിയിൽ ഒന്നും പുകഴാനില്ല എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ ആമേൻ, നമ്മയൊക്കെ കർത്താവ് സൃഷ്ടിച്ചത് ദൈവത്തിന്റെ നാമത്തിന് സ്തുതി കൊടുക്കുവാനാണ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ദൈവത്തിന്റെ ഒരു വാക്കിന് ചിലതിനെ ഉളവാക്കുവാൻ കഴിയുന്നത് പോലെ, ചിലതിനെ ജനിപ്പിക്കുവാൻ കഴിയുന്നത് പോലെ, മാൻപേടകളെ പ്രസവിപ്പിക്കുവാൻ കഴിയുന്നത് പോലെ തന്നെ കർത്താവിന് രണ്ടും ചെയ്യുവാൻ കഴിയുമെന്ന് നമ്മൾ ഓർക്കണം. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ ഇപ്രകാരം പറയുവാൻ ആഗ്രഹിക്കുന്നു, ദൈവത്തിന്റെ ശബ്ദം ചിലർക്ക് വേണ്ടി ഈ 2026 ചിലത് ഉളവാക്കും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. എത്ര പേര് അത് വിശ്വസിക്കുന്നുണ്ട്? പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ ശബ്ദം എനിക്ക് വേണ്ടി ചിലതിനെ ഉളവാക്കും. സ്തോത്രം. ഹല്ലേലൂയ. എന്റെ ജീവിതത്തിൽ മരുഭൂമി പോലെ കിടക്കുന്ന വിഷയങ്ങൾ, ആമേൻ, എന്റെ ജീവിതത്തിൽ വിടുതലില്ല എന്ന് ഞാൻ പോലും ചിന്തിച്ചത്, ഒരുപക്ഷെ നാം നമ്മുടെ വായു കൊണ്ട് പറഞ്ഞ് ആമേൻ സ്തോത്രം ഉറപ്പിച്ച ചില ആമേൻ അസാധ്യമായ വിഷയം പോലും ദൈവത്തിന്റെ വാക്കുകൊണ്ട് അത് ഉളവാകും. സ്തോത്രം. കർത്താവ് ഒരു ശബ്ദം പുറപ്പെടുവിച്ചാൽ ചിലത് ജനിക്കും. ഹല്ലേലൂയ. കർത്താവ് ഒരു ശബ്ദം പുറപ്പെടുവിച്ചാൽ ചിലത് ഉളവായി വരും. ഹല്ലേലൂയ. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? പ്രൈസ് ദി ലോർഡ്. ആമേൻ. എന്നോട് ചേർന്ന് നമുക്ക് ഒരുമിച്ച് പറയുവാൻ കഴിയണം, കർത്താവിന്റെ ഒരു ശബ്ദം മതി എനിക്ക് വേണ്ടി ചിലതിനെ ഉളവാക്കും. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം എന്നെ കേൾക്കുന്ന ചിലരോട് പരിശുദ്ധാത്മാവിന്റെ നിയോഗത്തിൽ, വചനത്തിന്റെ വെളിച്ചത്തിൽ ഞാൻ ഇപ്രകാരം പറയുവാൻ ആഗ്രഹിക്കുന്നു, ദൈവത്തിന്റെ ശബ്ദം നിങ്ങൾക്ക് വേണ്ടി, നാം ഓരോരുത്തർക്കും വേണ്ടി ചിലതിനെ ഉളവാക്കും. ഹല്ലേലൂയ. ഭൂമിയെ നടുക്കുന്ന ശബ്ദം, ആമേൻ, മാൻപേടകളെ പ്രസവിക്കുമാറാക്കുന്ന ശബ്ദം, കാദേശ് മരുവിനെ നടുക്കുന്ന യഹോവയുടെ ശബ്ദം ഇന്ന് രാത്രികാലം നമ്മുടെ മധ്യത്തിൽ മുഴങ്ങുകയാ. അത് നമുക്ക് വേണ്ടി ചിലത് പ്രവർത്തിപ്പാൻ ശക്തിയുള്ള ശബ്ദമാണ്. ഹല്ലേലൂയ. അത് നമുക്ക് വേണ്ടി ചിലത് ശക്തിയുള്ള ശബ്ദമാണ്. ഹല്ലേലൂയ. ശബലഗരഗടഗസിയ അർത്ഥൽ പ്രബാലക ശംതൽ ഘടകസിയ. ഇതിന്റെ അകത്ത് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ചിലരോട് പരിശുദ്ധാത്മാവിൽ ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നു, നാം നിങ്ങളുടെ കുടുംബത്തിന്റെ അകത്ത് ചിലത് ഉളവാകാൻ പോകുക. കഴിഞ്ഞ നാളുകളിൽ നിങ്ങൾ കേട്ട ചില വാഗ്ദത്തങ്ങൾ ആമേൻ ജനിക്കത്തക്കവണ്ണം, ചില ആമേൻ മരുഭൂമി പോലെ കിടക്കുന്ന വിഷയത്തിന്റെ അകത്ത് ഒരു പ്രതീക്ഷയും ഇല്ലല്ലോ, പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോയെന്ന് പറഞ്ഞ് മാറ്റിവെച്ച ചില വിഷയത്തിന്റെ അകത്ത് ചിലർക്ക് വേണ്ടി കർത്താവിന്റെ ശബ്ദം ചിലതിനെ ഉളവാക്കും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ദൈവം തന്റെ ജനത്തിനു വേണ്ടി ചെയ്യുന്ന ചില കാര്യങ്ങളാണ് നമ്മൾ കണ്ടത്. സ്തോത്രം. അതിന്റെ 10-ാം വാക്യത്തിൽ പറയുകയാണ്, സ്തോത്രം, യഹോവ ജലപ്രളയത്തിന്മീതെ ഇരുന്നു, യഹോവ എന്നേക്കും രാജാവായിരിക്കുന്നു. അതായത് എല്ലാം ദൈവത്തെ സ്തുതിക്കും, അവന്റെ മന്ദിരത്തിൽ സകലവും മഹത്വം എന്ന് ചൊല്ലുന്നു എന്ന് പറഞ്ഞിട്ട് പറയുകയാണ്, യഹോവ ആമേൻ രാജാതി രാജാവായി ഇരിക്കുകയാണ്. ജലപ്രളയത്തിന്മീതെ ഇരുന്നു, യഹോവ എന്നേക്കും രാജാവായിരിക്കുന്നു. എന്നിട്ട് 11-ാമത്തെ വാക്യത്തിൽ, അല്ലെങ്കിൽ നമ്മുടെ കുറിവാക്യത്തിൽ ഇപ്രകാരമാണ് പറഞ്ഞിരിക്കുന്നത്, യഹോവ തന്റെ ജനത്തിന് ശക്തി നൽകും, യഹോവ തന്റെ ജനത്തെ സമാധാനം നൽകി അനുഗ്രഹിക്കും. ഇന്ന് രാത്രികാലം ഈ കൂട്ടായ്മയ്ക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ ദൈവാത്മാവ് എന്നോട് പറഞ്ഞ ഒരു വാക്യമാണിത്. ഹല്ലേലൂയ. യഹോവ തന്റെ ജനത്തിന്, സ്തോത്രം, ആരാ ഈ തന്റെ ജനം? വീണ്ടെടുക്കപ്പെട്ടവർ, വിശുദ്ധ ജീവിതം നയിക്കുന്നവർ, ദൈവസന്നിധാനത്തിൽ വിശ്വസ്തയോടെ നിൽക്കുന്നവർ, കർത്താവിനെ കാത്തു നിൽക്കുന്നവർ, കർത്താവിൽ ആശ്രയിച്ചു നിൽക്കുന്നവരാണ് ദൈവത്തിന്റെ ജനം, തന്റെ ജനം. പ്രൈസ് ദി ലോർഡ്. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ആവർത്തിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു പദമുണ്ട്, ഞാൻ അവർക്ക് ദൈവമായിരിക്കും, അവർ എനിക്ക് ജനമായിരിക്കും. സ്തോത്രം. എബ്രായ ലേഖനത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്, പ്രവചന പുസ്തകങ്ങളിൽ നമുക്കത് കാണുവാൻ കഴിയുന്നുണ്ട്. സ്തോത്രം. കർത്താവ് പറയുക, ഞാൻ അവർക്ക് ദൈവമാകും, അവരെനിക്ക് ജനമാകും. സ്തോത്രം. ഇസ്രായേലിനെ കുറിച്ച് മോശയോട് കർത്താവ് പറയുകയാണ്, ഇസ്രായേൽ എന്റെ ആദ്യജാതൻ. ഫറവോൻ ചോദിക്കും, ഈ ദൈവം ആരാന്ന് ചോദിക്കുമ്പോൾ നീ പറയണം, സ്തോത്രം, ഇസ്രായേലിന്റെ ദൈവം, ഇസ്രായേൽ എന്റെ ആദ്യജാതന, തിരഞ്ഞെടുക്കപ്പെട്ട ജാതിയാണ്. അതുകൊണ്ടാണ് പത്രോസ് ലേഖനം എഴുതുമ്പോൾ പറയുന്നത്, നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിക്കപ്പെട്ട ആമേൻ, നിങ്ങൾ ഒരു രാജകീയ പുരോഹിത വർഗമാണ്, വിളിക്കപ്പെട്ട ജനമാണ് നിങ്ങൾ, ആമേൻ, സ്വന്തം ജനമാണ് നിങ്ങൾ, ആമേൻ, വിശുദ്ധ പ്രജയാണ് നിങ്ങൾ. സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ദൈവമക്കളെ, നമുക്ക്
ഒത്തിരി അർഹതകൾ അല്ലെങ്കിൽ നമുക്ക് ഒത്തിരി അനുഗ്രഹങ്ങളൊക്കെ ദൈവസന്നിധിയിലുണ്ട്. സ്തോത്രം. കർത്താവ് തന്റെ ജനത്തിന് വേണ്ടി ചെയ്യുന്ന രണ്ട് കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. ഒന്ന്, ദൈവം തന്റെ ജനത്തിന് ശക്തി നൽകും. സ്തോത്രം. രണ്ട്, യഹോവ തന്റെ ജനത്തിന് സമാധാനം നൽകി അവരെ അനുഗ്രഹിക്കും. സ്തോത്രം. സമാധാനം എന്ന് വെച്ചാൽ ഒരു അനുഗ്രഹമാണെന്ന് നമുക്ക് ഈ വാക്യത്തിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കാൻ കഴിയും. ഇന്ന് പലർക്കും സമാധാനമില്ല. സ്തോത്രം. ലോകവും ആത്മീയരായ പലരും ഓടുന്നത് സ്തോത്രം പണത്തിന്റെ പുറകിലാണ്. പണത്തിന്റെ പുറകെ ഓടി 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 സ്തോത്രം. പണമുണ്ടോ എന്ന് ചോദിച്ചാൽ പണമുണ്ട്. സ്തോത്രം. ജോലി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ജോലിയുണ്ട്. ആമേൻ, ഹല്ലേലൂയ. വിദ്യാഭ്യാസം ഉണ്ടോ എന്ന് ചോദിച്ചാൽ വിദ്യാഭ്യാസമുണ്ട്. ആരോഗ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ആരോഗ്യമുണ്ട്. പക്ഷെ എന്തില്ല? സമാധാനമില്ല. ഹല്ലേലൂയ. എന്നാൽ ദൈവവചനം പറയാണ്, യഹോവ തന്റെ ജനത്തിൽ സമാധാനം നൽകി അനുഗ്രഹിക്കും. അപ്പോൾ ദൈവീക അനുഗ്രഹത്തിൽപ്പെട്ട ഒരു കാര്യമാണ് ദൈവീക സമാധാനം. സ്തോത്രം. സകല ബുദ്ധിയെയും കവിയുന്ന ദിവ്യ സമാധാനം എന്ന് പൗലോസ് പറയുന്നുണ്ട്. അതായത് നിങ്ങളുടെ ജീവിതത്തിൽ ഭാരമില്ലെന്നല്ല. മുൻപ് വർഷിപ്പ് ലീഡ് ചെയ്ത ആ കർത്തദാസൻ പറയുവാനിടയായിത്തീർന്നു. നമ്മുടെ ജീവിതത്തിൽ പ്രതികൂലമില്ല എന്നല്ല, നമ്മുടെ ജീവിതത്തിൽ പ്രശ്നമില്ല എന്നല്ല, എല്ലാം ഉണ്ട്. സ്തോത്രം. എന്നാൽ ലോക മനുഷ്യർ അവരുടെ ജീവിതം അവസാനിപ്പിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു സമാധാനമുണ്ട്. ഹല്ലേലൂയ. നമ്മുടെ ഉള്ളിൽ ഒരു പ്രത്യാശയുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ടാണ് നമ്മൾ മറ്റുള്ളവരെ പോലെ അധൈര്യപ്പെട്ടു പോകാത്തത്, ക്ഷീണിച്ചു പോകാത്തത്. കാരണം നമുക്ക് കർത്താവ് ഒരു അനുഗ്രഹം തന്നെ നൽകിയിരിക്കുക. അതാണ് ദൈവീകമായ സമാധാനം. അതിലേക്ക് ഞാൻ കടക്കാം. സ്തോത്രം. പ്രധാനപ്പെട്ട വിഷയം അല്ലെങ്കിൽ ആദ്യം പറഞ്ഞിരിക്കുന്ന വിഷയം, യഹോവ തന്റെ ജനത്തിന് ശക്തി നൽകും. ഇന്ന് രാത്രികാലം ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ കർത്താവിന്റെ ആത്മാവിനോട് പറഞ്ഞു, ചിലരൊക്കെ ഇതിനകത്ത് ശക്തി ക്ഷയിച്ചായിരിക്കുന്നവരുണ്ട്. സ്തോത്രം. ശക്തി നഷ്ടപ്പെട്ടായിരിക്കുന്നവരുണ്ട്. ഹല്ലേലൂയ. സ്തോത്രം. ക്ഷീണിച്ചായിരിക്കുന്നവരുണ്ട്, മടുത്തായിരിക്കുന്നവരുണ്ട്. സ്തോത്രം. അങ്ങനെയുള്ളവരോട് കർത്താവിന്റെ വാഗ്ദത്തമാണിത്, തന്റെ ജനത്തിന് യഹോവ ശക്തി നൽകും. ഇന്ന് രാത്രികാലം കർത്താവ് ചിലരെ ശക്തീകരിച്ച് എഴുന്നേൽപ്പിക്കുന്ന രാത്രിയാണ്. സ്തോത്രം. ഹല്ലേലൂയ. നീ ഏത് മേഖലയിലാണോ ദൈവത്തിന്റെ പൈതൽ ക്ഷീണിച്ചിരിക്കുന്ന സഹോദര, നീ ഏതു മേഖലയിലാണ് ക്ഷീണിച്ചിരിക്കുന്ന സഹോദരി, നീ ഏതു മേഖലയിലാണ് തളർന്നിരിക്കുന്ന, ദൈവാത്മാവിൽ ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നു, ദൈവം തന്റെ ജനത്തിന് ശക്തി നൽകുമെങ്കിൽ ഇന്ന് രാത്രികാലം കർത്താവ് ചിലരെ ഇതിന്റെ അകത്ത് ശക്തീകരിച്ച് എഴുന്നേൽപ്പിക്കും. പ്രൈസ് ദി ലോർഡ്. നീ ക്ഷീണിച്ച് മടുത്ത് എന്നും ഒരേ അവസ്ഥയിൽ ഇരിക്കാനുള്ള ഒരു വ്യക്തിയല്ല. നിന്റെ ജീവിതത്തിൽ ചില പ്രതികൂലമാണോ നിന്നെ ക്ഷീണിപ്പിച്ചത്? നിന്റെ ജീവിതത്തിലെ ചില കടഭാരമാണോ, അല്ലെങ്കിൽ ചില പ്രശ്നമാണോ, ചില വേദനയാണോ നിന്നെ ക്ഷീണിപ്പിച്ചത്? ഇന്ന് രാത്രികാലം ഞാൻ ആത്മാവിൽ പറയുവാൻ ആഗ്രഹിക്കുന്നു, ദൈവം തന്റെ ജനത്തിന് ശക്തി നൽകുവാൻ ആഗ്രഹിക്കുക. കർത്താവ് തന്റെ ജനത്തിന് ശക്തി നൽകും. പ്രൈസ് ദി ലോർഡ്. ഈ ലോകത്തിലുള്ളവർക്കും പ്രതികൂലമുണ്ട്, നമുക്കും പ്രതികൂലമുണ്ട്. പക്ഷേ തന്റെ ജനത്തിന് ഒരു വാഗ്ദത്തമുണ്ട്, അല്ലെങ്കിൽ ഒരു അനുഗ്രഹം കിടക്കുക. അതായത് ശക്തി നൽകുന്ന കർത്താവ്. സ്തോത്രം. ദൈവത്തിന്റെ വചനത്തിൽ നോക്കുമ്പോൾ അനേക ഭക്തന്മാരെ കർത്താവ് ശക്തീകരിച്ചതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. 1 രാജാക്കന്മാർ 19 അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ, 1 രാജാക്കന്മാർ 19 അധ്യായം അതിന്റെ 8 വാക്യത്തിൽ നമുക്ക് ഏലിയാവിനെ കുറിച്ച് കാണുവാൻ കഴിയുന്നുണ്ട്. സ്തോത്രം. ഈ ഏലിയാവ് വലിയൊരു പ്രവാചകനാണ്. സ്തോത്രം. പക്ഷേ തന്റെ ജീവിതത്തിൽ ശക്തി നഷ്ടപ്പെട്ട ഒരു സാഹചര്യം കടന്നു വന്നു. വലിയ ശുശ്രൂഷകളൊക്കെ ചെയ്തെടുത്ത് തന്റെ മുൻപുള്ള പ്രവാചകന്മാരാരും ചെയ്യാത്തതുപോലെ താൻ കഴിഞ്ഞിട്ടും ആരും ചെയ്യാത്ത ശുശ്രൂഷകളാണ് ഏലിയാവ് ചെയ്തെടുത്തത്. ആകാശത്തുനിന്ന് തീയിറക്കിയ ഒരു പ്രവാചകനാണ് ഏലിയാവ്. സ്തോത്രം. എന്നാൽ ഈ ഏലിയാവ് പോലും ക്ഷീണിച്ചു പോയി. സ്തോത്രം. അതുകൊണ്ടാണ് യാക്കോബ് ലേഖനം എഴുതുമ്പോൾ പറയുന്നത്, ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യൻ, നമ്മളെ പോലുള്ള ഒരു മനുഷ്യനാണ്. ക്ഷീണിച്ചു പോയി, ഒരു വാക്കിന്റെ മുൻപിൽ തളർന്നു പോയി. സ്തോത്രം. നാം ഒക്കെയും അങ്ങനെയല്ലേ? എത്ര ശക്തിയോടെ നിന്നാലും, എത്ര ആത്മീയത്തിൽ പിടിച്ചു നിന്നാലും, ദൈവീക കൃപാവരങ്ങളിൽ ജ്വലിച്ചു നിന്നാലും ചിലപ്പോഴൊക്കെ നമ്മുടെ ജീവിതത്തിൽ ക്ഷീണം തട്ടും. സ്തോത്രം. അത് സ്വാഭാവികമാണ്. യേശു കർത്താവിനും ക്ഷീണം തട്ടിയ അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട്. സ്തോത്രം. ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് 1 രാജാക്കന്മാർ 19 അധ്യായം അതിന്റെ 8 വാക്യത്തിൽ പറയുകയാണ്, അവൻ എഴുന്നേറ്റ് തിന്നു കുടിച്ച് ആ ആഹാരത്തിന്റെ ബലം കൊണ്ട് 40 പകലും 40 രാവും ദൈവത്തിന്റെ പർവ്വതമായ ഹോരേബോളം നടന്നു. ഒരു ആഹാരത്തിന്റെ ബലം കൊണ്ട് ഈ മനുഷ്യൻ നടക്കുകയാണ്. സ്തോത്രം. ഈ ഏലിയാവിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ഈ അധ്യായം വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിയുന്ന ഒരു വിഷയം, ഇസബേൽ എന്ന ആ സഹോദരി അല്ലെങ്കിൽ ആ രാജ്ഞി പ്രവാചകനോട് പറയുകയാണ്, നീ പ്രവാചകന്മാരെ ഒക്കെ കൊന്നു, ഞാൻ സേവിച്ചു നിന്നവരെയൊക്കെ നീ കൊന്നു. നാളെ ഈ നേരത്ത്, അതായത് സമയം പോലും അവള് വ്യക്തമായി പറയുക, നിന്റെ ജീവനെയും അങ്ങനെയാക്കും.
അങ്ങനെ ഇരുന്നപ്പോൾ ഈ ഏലിയാവ് എന്ത് ചെയ്തു? ആമേൻ, സ്തോത്രം. അതിന്റെ 4-ാം വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്, ആ ഒരു ദിവസത്തെ വഴി ചെന്ന് ഒരു ചുരച്ചെടിയുടെ തണലിലിരുന്ന് മരിപ്പാൻ ഇച്ഛിച്ചു. സ്തോത്രം, മരിപ്പാൻ ഇച്ഛിച്ചു. എന്നിട്ട് പറയുകയാണ്, ഇപ്പോൾ മതി യഹോവേ, എന്റെ പ്രാണനെ എടുത്തുകൊള്ളണമേ, ഞാൻ എന്റെ പിതാക്കന്മാരെക്കാൾ നല്ലവനല്ലല്ലോ എന്ന് പറഞ്ഞു. നോക്കിക്കേ, ആ റൂട്ട് പോയത്, അല്ലെങ്കിൽ ആ ചിന്തകൾ പോയതൊന്ന് നോക്കിക്കേ. സ്തോത്രം, താൻ പറയുന്ന ആ ഒരു പദം ഞാൻ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നു. സ്തോത്രം, താൻ പറയാൻ, ഞാൻ എന്റെ പിതാക്കന്മാരെക്കാൾ നല്ലവനല്ലല്ലോ. ഈ ഏലിയാവ് ഏത് പിതാക്കന്മാരെ ആയിരിക്കും കമ്പയർ ചെയ്തത്? ഞാൻ ഇങ്ങനെ ചിന്തിച്ചു. ഈ ഏലിയാവിന് മുൻപും ഒരു പ്രവാചകനോ ഒരു പിതാക്കന്മാരോ തീ ഇറക്കിയിട്ടില്ല. സ്തോത്രം, ദൈവത്തിന്റെ വചനത്തിൽ നമുക്കത് കാണുവാൻ കഴിയുന്നില്ല. ഏലിയാവിന്റെ കാലത്തിന് ശേഷമാണെങ്കിലും നമ്മൾ നോക്കിയാൽ, സ്തോത്രം, ഏലിയാവിനുള്ള ഒരു പ്രാധാന്യം മറ്റാർക്കും തന്നെ ഇല്ല. കാരണം ഈ പിതാക്കന്മാർ സ്തോത്രം മരിച്ച് ഹല്ലേലൂയ അടക്കപ്പെട്ട പിതാക്കന്മാരാണ്. ദാവീദ് ഉൾപ്പെടെ അനേക നല്ല പിതാക്കന്മാരുണ്ടായിട്ടും അതിൽ ഹാനോക്ക് മാത്രമേ എടുക്കപ്പെട്ടിട്ടുള്ളൂ. സ്തോത്രം. എന്നാൽ മരണം കൂടാതെ എടുക്കപ്പെട്ട ഒരു പ്രവാചകന് എത്രയോ യോഗ്യത നമുക്ക് ഏലിയാവിനെ കുറിച്ച് പറയാനുണ്ട്. യേശു കർത്താവിന്റെ മറുരൂപ മലയിലുള്ള രൂപാന്തരത്തിൽ ഏലിയാവ് അവിടെ പ്രത്യക്ഷപ്പെടുകയാണ്. സ്തോത്രം. വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന പ്രവാചകന്മാരിൽ ഒരാൾ ഏലിയാവാണെന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. അപ്പോൾ ഈ ഏലിയാവിന്റെ ഉള്ളിൽ ഒരു ചിന്ത വരികയാണ്, കർത്താവേ, ഞാൻ എന്റെ പിതാക്കന്മാരെക്കാൾ നല്ലവനല്ലല്ലോ എന്ന് പറയുക. പലപ്പോഴും ഈ ശത്രു ഇടുന്ന ഒരു തോട്ട് ഇങ്ങനെയാണ് ദൈവമക്കളെ, നമ്മൾ അത് മനസ്സിലാക്കണം. എന്നെ കൊണ്ട് ഒരു കഴിവില്ലല്ലോ. സ്തോത്രം. നമ്മൾ ഒരു മിനിറ്റ് ഇരുന്ന് ചിന്തിച്ചാൽ കർത്താവ് നമ്മളിലൂടെ പല കാര്യങ്ങളും ചെയ്തെടുത്തിട്ടുണ്ട്. സ്തോത്രം. ഒരുപക്ഷെ നമ്മുടെ ഒരു വാക്കായിരിക്കും ഒരു വ്യക്തിയെ ആശ്വസിപ്പിച്ചത്. ഒരുപക്ഷെ നമ്മളിലൂടെ വെളിപ്പെട്ട ഒരു പ്രാർത്ഥനാ ശബ്ദമായിരിക്കും ഒരു വ്യക്തിയോട് സംസാരിച്ചത്. ഒത്തിരി കാര്യങ്ങൾ കർത്താവ് നമ്മളിലൂടെ ചെയ്തെടുത്തിട്ടുണ്ട്. പക്ഷേ ഈ ഒരു തോട്ട് ഉള്ളിൽ കയറിയ, ഞാൻ എന്റെ പിതാക്കന്മാരെക്കാൾ നല്ലവനല്ലല്ലോ. എത്രയോ പിതാക്കന്മാരെക്കാൾ നല്ലവനായി മാതൃകയായി നിൽക്കുന്ന ഒരു മനുഷ്യൻ ഏലിയാവ്. പക്ഷേ ഒരു വാക്കിന്റെ മുൻപിൽ താൻ ക്ഷീണിച്ചു പോയി. സ്തോത്രം. കർത്താവ് തന്നെ അങ്ങ് സ്തോത്രം. ഒരു വിധത്തിൽ നമ്മൾ പറയുവാണെങ്കിൽ ഏലിയാവ് ദൈവശബ്ദം കേൾക്കാതെയാണ് മരുഭൂമിയിലോട്ട് പോയത്. കർത്താവ്, ഈ നിമിഷത്തിൽ ഞാൻ എന്തോ ചെയ്യണം എന്ന് ഏലിയാവ് ദൈവശബ്ദം കേൾക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നില്ല. ഓരോ പ്രാവശ്യവും ദൈവശബ്ദം കേട്ട് ഒരു കൊട്ടാരത്തിന്റെ അകത്ത് രാജാവിന്റെ അടുക്കൽ പോലും ചെന്ന് ആലോചന പറഞ്ഞ ഒരു മനുഷ്യൻ ഒരു ഭയമില്ലാതെ രാജാവിനെ മുഖത്തു നോക്കി ഞാൻ പറഞ്ഞിട്ടല്ലാതെ മഴയില്ല, മഞ്ഞുമില്ല, സ്തോത്രം, ഇനി ദൈവം മഴ അയക്കാൻ പോകുന്നു, നീയാണ് ഇസ്രായേലിനെ ക്ലേശിപ്പിക്കുന്നവൻ എന്നൊക്കെ വിളിച്ചു പറഞ്ഞൊരു പ്രവാചകൻ ഒരു ചെറിയ വാക്കിന്റെ മുൻപിൽ താൻ ഹല്ലേലൂയ ക്ഷീണിച്ചു പോവുകയാണ്. സ്തോത്രം. അതും ആ വാക്ക് നമ്മളൊന്ന് നോക്കിയാൽ ഏലിയാവിന്റെ ചരിത്രത്തിൽ, ഞാനത് എപ്പോഴും പറയുന്ന ഒരു കാര്യമായി, ഏലിയാവിന്റെ ചരിത്രത്തിൽ മരണമില്ല. പക്ഷേ ഈ ഇസബേൽ പറയുക, നിന്നെ ഞാൻ കൊല്ലും, അല്ലെങ്കിൽ നിന്നെ നീ മരിക്കും. സ്തോത്രം. ഈ പിശാചിന്റെ ഒരു ടാർഗറ്റ് എപ്പോഴും ഇങ്ങനെ, നമ്മുടെ മേൽ കിടക്കുന്ന വാഗ്ദത്തം ഏത് റൂട്ടിലാണ് അതിലെ ശത്രു പ്രവർത്തിക്കും. ഇസ്രായേൽ ജനത്തോടൊരു വാഗ്ദത്തം കൊണ്ട് നിങ്ങൾ കനാനിൽ എത്തുന്നു, അല്ലെങ്കിൽ നിങ്ങൾ വാഗ്ദത്ത ദേശത്ത് എത്തുന്നു. അപ്പോൾ പിശാച് വെല്ലുവിളിക്കുന്ന എന്തുവാ? നിന്നെ ഞാൻ അവിടെ എത്തിക്കത്തില്ല, നിന്നെ ഞാൻ പിന്തുടരും, നിന്നെ ഞാൻ പിടിക്കും. അതുപോലെ തന്നെ ഈ ഏലിയാവിന്റെ ലൈഫിൽ ഒരു മരണമില്ല. സ്തോത്രം. പക്ഷേ ഇവിടെ ഇസബേൽ പറയുകയാണ്, നിന്നെ കൊല്ലും. സ്തോത്രം. ഈ ഒരു വാക്കിന്റെ മുൻപിൽ ഏലിയാവ് തളർന്നിട്ട് ഏലിയാവ് പറയുന്ന ഒരു കാര്യമുണ്ട്, കർത്താവ്, ഞാൻ എന്റെ പിതാക്കന്മാരെക്കാൾ നല്ലവനല്ലല്ലോ. ഇതിന്റെ അകത്ത് എന്നെ കേൾക്കുന്ന ആരോ ഒക്കെ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടെന്ന് പരിശുദ്ധാത്മാവ് എന്നോട് ഇടപെടുവാൻ ഇടയായിത്തീർന്നു. കർത്താവെ, മതി. ചില മടുപ്പിന്റെ അനുഭവങ്ങൾ ഇതിന്റെ അകത്ത് എന്നെ കേൾക്കുന്ന ചിലർ അനുഭവിക്കുന്നുണ്ട്. ഇന്ന് രാത്രികാലം ഹല്ലേലൂയ നമുക്കൊന്ന് സമർപ്പിച്ച് പ്രാർത്ഥിക്കുവാൻ കഴിയട്ടെ. കർത്താവെ, യേശുവിന്റെ നാമത്തിൽ ആ മടുപ്പുകൾ മാറട്ടെ. സ്തോത്രം. നിന്റെ ശുശ്രൂഷയെ ക്ഷീണിപ്പിക്കുന്ന, നിന്റെ മുന്നോട്ടുള്ള ആത്മീയ ജീവിതത്തിൽ നീ ഓടേണ്ട ഒരു ഓട്ടക്കളത്തിലാണ് നീ ആയിരിക്കുന്നത്. നാം ഓരോരുത്തരും ഓട്ടക്കളത്തിലായിരിക്കുന്നത്. നമുക്കൊരു ഫിനിഷിംഗ് പോയിന്റ് ഉണ്ട്. സ്വന്തം വിശ്വാസത്തിന്റെ നായകനിലേക്ക് നോക്കിയുള്ള യാത്രയാണ്. സ്ഥിരതയോടെ ഓടണമെന്ന് പൗലോസ് ലേഖനത്തിൽ പറയുകയാണ്. അപ്പോൾ ഈ ഓട്ടത്തിന്റെ സ്ഥിരത തട്ടിക്കളയുവാൻ ചില മടുപ്പിന്റെ അനുഭവങ്ങൾ ഇടുന്ന ഇരുളിന്റെ മേഖലകളെ ദൈവമക്കൾ ആത്മാവിൽ തിരിച്ചറിഞ്ഞ് അതിനെ ശ്വാസിച്ചതിന്റെ മേൽ ജയമെടുക്കണമെന്ന് ഇന്ന് രാത്രികാലം വചനത്തിലൂടെ പരിശുദ്ധാത്മാവ് ചിലരോട് വ്യക്തമായി ഇടപെടുകയാണ്. അതെ, നിന്റെ ഓട്ടത്തിന്റെ വേഗത കുറയ്ക്കുന്ന ചിലതുണ്ടല്ലോ, അതിനെ നീ ജയിക്കണം.
പ്രൈസ് ദി ലോർഡ്. ഇവിടെ സ്തോത്രം ഹല്ലേലൂയ. കർത്താവിന് ഏലിയാവിനോട് പറയാനുള്ളത്, ഏലിയാവിനെ കർത്താവ് കുറ്റമൊന്നും പറയുന്നില്ല. നീ എന്തിനാണ് ആ വാക്കിന്റെ മുൻപിൽ ക്ഷീണിച്ചത് എന്നൊന്നും കർത്താവ് പറയുന്നില്ല. കർത്താവ് എന്ത് ചെയ്യുക? സ്തോത്രം, ഈ ക്ഷീണിച്ചു തളർന്നു കിടക്കുന്ന മനുഷ്യനെ ഒന്ന് തട്ടിയിട്ട് പറയുക, നീ എഴുന്നേറ്റിരുന്ന് തിന്നോ. സ്തോത്രം. മനുഷ്യരാണെങ്കിൽ എന്ത് ചെയ്തേനെ? ഹല്ലേലൂയ. ഈ മനുഷ്യന്റെ ഒരു സ്വഭാവമുണ്ട്. നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പ്രതികൂലം ഉണ്ടെങ്കിൽ ഇവരൊന്നുകൂടെ എരിയുന്ന തീയിൽ എണ്ണ കോരി ഒഴിക്കുന്ന നമ്മൾ പറയുന്നത് പോലെ ഇവരൊന്നുകൂടെ നമ്മളെ അങ്ങ് വല്ലാതെ അങ്ങ് ബുദ്ധിമുട്ടിൽ കൊണ്ടുപോയി. ഇവർ ഈ വാക്കുകൾ കൊണ്ട് നമ്മളെ സ്വന്തം ഒന്നുകൂടെ വേദനിപ്പിക്കും. പക്ഷെ കർത്താവ് അങ്ങനെയല്ല. കർത്താവ് ഈ ഏലിയാവിനെ കുറ്റപ്പെടുത്തുന്നില്ല. നീ എന്താണ് എന്നോട് ശബ്ദം ചോദിക്കാഞ്ഞ്? നീ ഇങ്ങനെ ചെയ്തോണ്ടാണല്ലോ നീ ഭയപ്പെട്ടു. ഇതൊന്നും കർത്താവ് പറയുന്നില്ല. കർത്താവിനറിയാം ഏലിയാവ് ഇപ്പൊ ക്ഷീണിച്ചിരിക്കുക. അതുകൊണ്ട് കർത്താവ് എന്ത് ചെയ്യുന്നു? ഒന്ന് സ്വന്തം കിടന്നുറങ്ങട്ടെ. ഒന്ന് തട്ടി എഴുന്നേറ്റിട്ട് ഉണർത്തിയിട്ട് തിന്നാൻ പറയുക. സ്തോത്രം. വീണ്ടും ഏലിയാവ് കിടന്നുറങ്ങിയ കർത്താവ് വീണ്ടും ഒന്നുകൂടെ തട്ടിയിട്ട് പറയുക, ഇനി നീ ഉറങ്ങരുത്. സ്തോത്രം. ഈ ആഹാരത്തിന്റെ ബലം കൊണ്ട് നീ പോകണം. കാരണം നിന്റെ മുൻപിൽ ഒരു ദൂരയാത്രയുണ്ട്. ഇന്ന് രാത്രികാലം എന്നെ കേൾക്കുന്ന ചിലരോട് പരിശുദ്ധാത്മാവിൽ ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നു, അതേ ദൈവത്തിന്റെ ഇനി ചില ഇടങ്ങളിലൊക്കെ ക്ഷീണിച്ചും മടുത്ത് കർത്താവെ മതി എന്നൊക്കെ പറയുന്നുണ്ട്. പരിശുദ്ധാത്മ വിപ്രകാരം പറയാതെ നീ ഇവിടെ ചൂരച്ചെടിയുടെ തണലിൽ ഹല്ലേലൂയ അതിന്റെ തണലിൽ കിടന്നുറങ്ങാനുള്ളവനല്ല, ഉറങ്ങാനുള്ളവളല്ല. നിന്റെ മുൻപിൽ ഇനിയും ചില ദൂരയാത്രകളുണ്ട്. നീ ചെയ്തെടുക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. നിന്നിലൂടെ വെളിപ്പെടേണ്ട ചില ദൈവീക പദ്ധതികളുണ്ട്. ദൈവാത്മാവ് വ്യക്തമായി ഇടപെടുക. അതേ ചില ദൈവീക വാഗ്ദത്തങ്ങൾ കഴിഞ്ഞ നാളുകളിൽ വെളിപ്പെടേണ്ട ചില വാഗ്ദത്തങ്ങൾ സ്തോത്രം. സമയങ്ങൾ, വർഷങ്ങൾ, കാലങ്ങൾ, മാസങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇന്നും ചോദ്യചിഹ്നവുമായിട്ട് ചിലർ ഇതിൻ്റെ അകത്തായിരിക്കുന്നുണ്ട്. എന്നാൽ ദൈവാത്മാവ് പറയുക, അത് നീ മടുത്തു പോകരുത്, നീ ക്ഷീണിച്ചു പോകരുത്. കർത്താവെ സമയമൊക്കെ കഴിഞ്ഞു പോയൊന്ന് നീ ചോദിക്കണ്ട. നീ ദൈവസന്നിധാനത്തിൽ മടുത്തു പോകാതെ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ ദൈവാത്മാവ് ഇന്ന് രാത്രികാലം ചിലരെ തട്ടി ഉണർത്തിയിട്ട് പറയുക, നീ ഇവിടെ കിടന്നുറങ്ങാനുള്ളവനല്ല, നീ ഇവിടെ കിടന്നുറങ്ങാനുള്ളവളല്ല. നിന്റെ മുൻപിൽ ചിലത് നീ ചെയ്തെടുക്കേണ്ട ശുശ്രൂഷയുണ്ട്. നിന്റെ മുൻപിൽ നീ കംപ്ലീറ്റ് ചെയ്യേണ്ട ചില ടാസ്കുകളുണ്ട്. സ്വന്തം. അത് ശുശ്രൂഷ മാത്രമല്ലായിരിക്കും, അത് നിന്നിലൂടെ വെളിപ്പെടേണ്ട ചില ദൈവീക വാഗ്ദത്തങ്ങളായിരിക്കും, അത് നിന്നിലൂടെ വെളിപ്പെടേണ്ട ചില ദൈവീക പദ്ധതികളായിരിക്കും. കർത്താവ് നിന്നെ ആക്കി വെച്ചിരിക്കുന്ന ദേശത്ത് കർത്താവ് കണ്ടിരിക്കുന്ന ചിലതുണ്ടല്ലോ, അത് നിന്നിലൂടെ വെളിപ്പെടേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് ഏൽപ്പിച്ച് പ്രാർത്ഥിച്ചാട്ടെ. കർത്താവെ ഇന്ന് രാത്രികാലം എത്ര പേർ പ്രാർത്ഥിക്കും, കർത്താവെ എന്നെ ഒന്ന് എഴുന്നേൽപ്പിക്കണമേ. ദൈവം ഹല്ലേലൂയ തന്റെ ദൂതനെ അയച്ചിട്ട് ഏലിയാവിനെ തട്ടിയിട്ട് പറയുക, സ്വന്തം, നീ എഴുന്നേറ്റ് തിന്നുക, നിന്റെ മുൻപിൽ ഒരു ദൂരയാത്രയുണ്ട്. നീ മടുത്ത് ക്ഷീണിച്ച് മതി കർത്താവെ, മതിയപ്പ, എനിക്കിനി മുന്നോട്ട് പോകാൻ പറ്റത്തില്ലെന്ന് നീ പറയുന്നുണ്ടല്ലോ. ദൈവാത്മാവ് അത് കാണുന്നുണ്ട്. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോട് പറയുന്നത് ഇങ്ങനെയാ, അതെ നീ എഴുന്നേൽക്കണം, നീ സടകുടഞ്ഞൊന്ന് എഴുന്നേൽക്കണം. എത്ര പേര് ഇന്ന് രാത്രികാലം ഈ വചനത്തിന് മുൻപിൽ സമർപ്പിച്ചു പ്രാർത്ഥിക്കും. ഞാൻ ആത്മാവിൽ കാണുക, അതെ ചിലരെ കർത്താവ് എഴുന്നേൽപ്പിക്കുക, ചിലരെ കർത്താവ് എഴുന്നേൽപ്പിക്കുക. പത്രോസും യോഹന്നാനും ഒരു മനുഷ്യനെ പിടിച്ചെഴുന്നേൽപ്പിച്ചതുപോലെ ചില വാഗ്ദത്തങ്ങളിലേക്ക് കർത്താവിന്റെ ആത്മാവ് ചിലരെ എഴുന്നേൽപ്പിച്ച് കര കയറ്റി വിടുന്നത് പോലെ, പുഷ് ചെയ്ത് വിടുന്നത് പോലെ സിനിമോൾ എന്ന് പറയുന്ന ഡിവൈസ് കേൾക്കുന്ന സഹോദരിയോട് ദൈവാത്മാവ് പറയുക, കർത്താവ് ചില മേഖലകളിൽ എഴുന്നേൽപ്പിക്കുക, ദൈവാത്മാവ് ചില മേഖലകളിൽ എഴുന്നേൽപ്പിക്കുക. മുന്നോട്ടിനിയും പോകേണ്ടതായിട്ടുണ്ട്, മുന്നോട്ടിനിയും ചിലതൊക്കെ ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട്. സ്വന്തം പലപ്പോഴും മടുപ്പിട്ട് ക്ഷീണമിട്ട് മടുത്തുകൊണ്ട് മതിയെന്ന് പറയുന്ന ആ മേഖലകളിൽ ദൈവാത്മാവ് മാറ്റുവാൻ ആഗ്രഹിക്കുന്നു. ഒന്ന് സമർപ്പിച്ച് പ്രാർത്ഥിച്ചാട്ടെ. കർത്താവിന്റെ വലിയ പ്രവൃത്തി ആ കുടുംബത്തോട് അനുബന്ധിച്ച് വെളിപ്പെടേണ്ടതായിട്ടുണ്ട്. ശാലകടകസിയ അർത്ഥൽ പ്രബാലക ശാന്തലരകടകസിയ ചുടവാരകലകരകടകസിയ എഴുന്നേൽപ്പിച്ച് കർത്താവ് ചിലരെ ഓടിക്കുന്ന ഒരു വർഷമാണ് ഈ 2026. ദൈവാത്മാവിനെ മറ്റു മേഖലയിലേക്ക് വിടുക. അതെ പത്രോസ് കിടന്നുറങ്ങുമ്പോൾ ദൂരം വന്ന് വിലാപ്പുറത്ത് തട്ടിയിട്ട് പറഞ്ഞു, വേഗം എഴുന്നേറ്റോ, വേഗം എഴുന്നേറ്റോ, നീ ഇവിടെ അടങ്ങി ഒതുങ്ങി കിടപ്പാനുള്ളവനല്ല, നിന്റെ മേൽ ചില ദൈവീക പദ്ധതിയുണ്ട്. നിന്നെ കർത്താവ് ചില ഇടത്തുനിന്ന് എഴുന്നേൽപ്പിക്കും. നീ ചിലപ്പോഴൊക്കെ മടുപ്പ് തോന്നി, ക്ഷീണം തോന്നി കിടക്കുവാൻ ആഗ്രഹിക്കും. കർത്താവ് പറയുക, അത് കിടക്കാനുള്ള സമയമല്ല, എഴുന്നേറ്റോണം. പ്രൈസ് ദി ലോർഡ്. എഴുന്നേറ്റോണം. ദൈവാത്മാവ് ഇതിന്റെ അകത്ത് ചില ശുശ്രൂഷകരെ എഴുന്നേൽപ്പിക്കുക. കഴിഞ്ഞ നാളുകളിൽ നിങ്ങൾ ചെയ്തതുപോലെ ഒരു ശുശ്രൂഷയല്ല. ഇതേ ഏലിയാവിനെ കുറിച്ച് നമ്മൾ ആ 18-ാം അധ്യായത്തിന്റെ അവസാന വാക്യത്തിൽ കാണുന്നത്
സ്വതം അവൻ അരമുറുക്കിയും കൊണ്ട് ഇസ്രായേലിന് എതിരെ ആഹാബിന് മുൻപായി ഓടി. സ്തോത്രം. അല്ലയോ, ചില രഥങ്ങൾക്ക് മുൻപായി ചില ജാതീയ മേഖലകളെ അതിജീവിച്ച് അതിനെ മറികടന്ന് അതിന് മുൻപായി ഓടുവാൻ പരിശുദ്ധാത്മാവ് ഇതിനകത്ത് ഈ രാത്രികാലം ചിലരെ എഴുന്നേൽപ്പിക്കുകയാണ്. ഷാധലരഘടകസിയ, അർത്ഥൽ പ്രഭാലക, ശാന്തൽ ഘടകസിയ, ജാഥൽ വൈശൽ ഘടകസിയ, ബീനാജയ, ആമേൻ. ആന്റിയുടെ പരിശുദ്ധാത്മാവ് പറയാ, അതെ, ചില സൂഷയുടെ അടുത്ത ചില മേഖലകളിലേക്ക് ദൈവാത്മാവ് കടത്തിവിടും. കഴിഞ്ഞ നാളുകളിൽ കേട്ട ചില വാഗ്ദത്തങ്ങൾ, പെൻഡിങ് ആയി കിടക്കുന്ന ചില ദൈവീക വാഗ്ദത്തങ്ങൾ ഈ 2026 6ാം മാസത്തിന് മുൻപേ ചില വാഗ്ദത്തങ്ങളുടെ പൂർത്തീകരണമുണ്ടെന്ന് പരിശുദ്ധാത്മാവ് ആലോചന കൈമാറുകയാണ്. ശാലകരഘടകസിയ, അർത്ഥൽ പ്രഭാലക, ശംധൽ ഘടകസിയ, ചൂടബലബല ബൗഷാര ഘടകസിയ, റൂബി ബിജോയ്, ആമേൻ. ജമ്മു, ആമേൻ, കാശ്മീർ എന്ന് ആ സഹോദരിയുടെ ദൈവാത്മ പറയുക, ചില വാഗ്ദത്തങ്ങൾ പെൻഡിങ് ആയി കുടുംബത്തിൽ കിടപ്പുണ്ട്. ആമേൻ. ചിലപ്പോഴൊക്കെ ചില വാക്കുകൾ, ചില ആമേൻ സ്വന്തം വാക്കു നിമിത്തം ആമേൻ കുരുങ്ങി മനസ്സിന്റെ അകത്ത് ഭാരപ്പെട്ട് ചില ടെൻഷൻസ് പോലെ ഇട്ടുകൊണ്ട്, ആമേൻ, ചില മടുപ്പ് പോലെ ഇട്ടുകൊണ്ട് ഞാൻ ആമേൻ എടുത്തു വെക്കുന്ന ചുവട് കറക്റ്റ് ആണോ എന്ന് പോലും സംശയമിട്ട് ആമേൻ മതി എന്നൊക്കെ തോന്നിക്കുന്ന ചില മേഖലകളുണ്ട്. എന്നാൽ പരിശുദ്ധാത്മാവ് പറയുക, അതെ, നീ ആയിരിക്കുന്ന മേഖല റൈറ്റ് പ്ലേസ് ആണ്, കറക്റ്റ് പ്ലേസ് ആണ്. നീ എടുത്തു വെച്ച ചുവടുകളൊക്കെ കറക്റ്റ് ആണ്. അതിൽ ഒരു സംശയവും വേണ്ട. ഇന്ന് രാത്രികാലം ദൈവാത്മാവ് ഉറപ്പിച്ചു പറയുക, അതെ, ഒന്ന് സടകുടഞ്ഞ് എഴുന്നേൽച്ചാട്ടെ. കിടന്നുറങ്ങാനല്ല കർത്താവ് എഴുന്നേൽപ്പിക്കുന്ന. ചില മേഖലയിലൊക്കെ കഴിഞ്ഞ നാളുകളിൽ ഇരുന്നു പോയി, ചില മേഖലയിലൊക്കെ മടുത്ത് മടുപ്പ് വന്നിട്ട് ഇരുന്നു പോയ ചില മണ്ഡലങ്ങളുണ്ട്. എന്നാൽ ഇന്ന് രാത്രികാലം ദൈവാത്മാവ് വ്യക്തമായി ഇടപെടുക. അവിടെ നിന്നൊക്കെ എഴുന്നേറ്റോ. ചില ദൂര യാത്രകൾ ഇനിയും മുൻപിൽ ചെയ്തെടുക്കുവാനുണ്ട്. ചിലരെ അഭിഷേകം ചെയ്യുവാൻ വേണ്ടി ഏലിയാവിനെ കർത്താവ് അയച്ചതുപോലെ ചിലരെ അഭിഷേകം ചെയ്യത്തക്കവണ്ണം ചില ദൈവിക പദ്ധതിയിലേക്ക് ചിലരെ വലിച്ച് തീയിൽ നിന്ന് വലിച്ചെടുക്കുന്നത് പോലെ വലിച്ചെടുത്തുകൊണ്ട് ചില ദൈവിക പദ്ധതിയിലേക്ക് ദൈവാത്മാവ് വ്യക്തമായി ഇടപെടുക. ചില ശക്തമേറിയ ശുശ്രൂഷയുടെ മേഖലകളിലേക്ക് കർത്താവിന്റെ ആത്മാവ് നയിക്കുകയാണ്. ശാലകരഘടകസിയ, അർത്ഥൽ പ്രഭാലക, ശാന്തലരഘടകസിയ, മക്കളൊക്കെ പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ. ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്ന ഏലിയാവിനെ കർത്താവ് ശക്തിപ്പെടുത്തിയിട്ട് കർത്താവ് ബലപ്പെടുത്തിയിട്ട് ആ ആഹാരത്തിന്റെ ബലം കൊണ്ട് 40 രാവും 40 പകലും താൻ ഓടി. സ്തോത്രം. തന്റെ ചില ചോദ്യത്തിന് മറുപടി ഈ 40 ദിനം കഴിഞ്ഞപ്പോൾ കിട്ടി. സ്തോത്രം. ഹല്ലേലൂയ. താൻ ഇവിടെ കർത്താവിന്റെ സന്നിധിയിൽ പറഞ്ഞ ചില കംപ്ലൈന്റ് ഉണ്ട്. കർത്താവേ, മതി, ഞാൻ എന്റെ പിതാക്കന്മാരെക്കാൾ നല്ലവനല്ല, എനിക്ക് മരിച്ചാൽ മതി, എന്നെ എടുത്തോളണം എന്നൊക്കെ താൻ പറഞ്ഞ ചില കംപ്ലൈന്റ്, അല്ലെങ്കിൽ താൻ ദൈവസന്നിധിയിൽ പറഞ്ഞ ചില പരിഭവത്തിന്റെ ഒക്കെ ആൻസർ അടുത്ത അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ നമുക്ക് അവിടെ കാണുവാൻ കിട്ടുന്നുണ്ട്. ആ പർവ്വതത്തിൽ വെച്ച് തനിക്ക് അതിന്റെ ആൻസർ ഒക്കെ കിട്ടുകയാണ്. കർത്താവ് തന്നോട് പറയുക, നിനക്ക് ഇവിടെ എന്താ, നീ ഇവിടെ നിന്നും പുറപ്പെടണം, നീ ചിലരെയൊക്കെ അഭിഷേകം ചെയ്യണം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ പൈതൽ, നീ ഒരു മേഖലയിൽ ഒതുങ്ങിക്കൂടി അവിടെ കേൾക്കുന്ന നിന്നെയും പരിഹാസത്തിന്റെ അകത്ത് ഒതുങ്ങാനല്ല കർത്താവ് നിന്നെ വിളിച്ചിരിക്കുന്നത്. ചിലതിനെയൊക്കെ പുറംകാലം കൊണ്ട് ചവിട്ടി വിട്ടിട്ട് ചിലതിനെ മറികടന്ന് ചിലതിന്റെ മീതെ കയറി നിന്നുകൊണ്ട് ഓടുവാൻ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രികാലം ചിലർക്ക് ആഹ്വാനം നൽകുകയാണ്. ശാലരഘടകസിയ, അർത്ഥൽ പ്രഭാലക, ശാന്തലരഘടകസിയ. ഇപ്പോൾ സ്വതം ഏലിയാവായിരിക്കുന്ന അവസ്ഥയെ കർത്താവ് അറിഞ്ഞിട്ട് കർത്താവ് തന്റെ ദൂതനെ അയച്ചു. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം ദൈവാത്മാവ് ചിലർക്ക് വേണ്ടി കർത്താവ് തന്റെ ദൂതനെ അയക്കും. സ്തോത്രം. ഹല്ലേലൂയ. നീ ക്ഷീണിച്ചിരിക്കുന്നത് ഒരുപക്ഷെ ലോകം കാണത്തില്ല. നീ ക്ഷീണിച്ചിരിക്കുന്ന നിന്റെ ചാർച്ചക്കാർ, നിന്റെ സ്വന്തം എന്ന് പറയുന്നവർ, നിന്റെ രക്തബന്ധത്തിലുള്ളവർ കാണത്തില്ല. പക്ഷെ സ്വർഗീയ അപ്പൻ അത് കാണുന്നുണ്ട്. കർത്താവ് ആ നിമിഷം തന്നെ നീ ക്ഷീണിച്ചിരിപ്പാൻ കർത്താവ് അനുവദിക്കത്തില്ല. ഹല്ലേലൂയ. നമ്മൾ വായിച്ചു കേട്ട കുറിവാക്യം ഇങ്ങനെയാ, ദൈവം തന്റെ ജനത്തിന് ശക്തി നൽകും. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം കർത്താവ് ചിലരെ ശക്തീകരിച്ചു പുറത്തെടുക്കുന്ന രാത്രിയാണ്. ഹല്ലേലൂയ. വിശ്വസിച്ചു ദൈവിക ദൂതന്റെ മുൻപിൽ ആമേൻ പറയുന്നവർക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. കർത്താവ് ചിലരെ ശക്തീകരിച്ച് പുറത്തെടുക്കുകയാണ്. ഹല്ലേലൂയ. ലൂക്കോസിന്റെ എഴുതിയ സുവിശേഷം 22-ാം അധ്യായത്തിൽ നമ്മൾ കടന്നു വരുമ്പോൾ, ലൂക്കോസ് എഴുതിയ സുവിശേഷം 22-ാം അധ്യായം അതിൽ 43-ാമത്തെ വാക്യത്തിൽ യേശു കർത്താവ് ക്ഷീണിച്ചായിരിക്കുന്ന ഒരു പ്രത്യേക സാഹചര്യം നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ലൂക്കോസ് 22:43 അവനെ ശക്തിപ്പെടുത്തുവാൻ സ്വർഗത്തിൽ നിന്നൊരു ദൂതൻ അവന് പ്രത്യക്ഷനായി. പിന്നെ അവൻ പ്രാണവേദനയിലായി അതിശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു. അവന്റെ വിയർപ്പ് നിലത്ത് വീഴുന്ന വലിയ ചോരത്തുള്ളി പോലെയായി.
ഈ വിയർപ്പ് ചോരത്തുള്ളി പോലെ ആകുന്നത് വലിയ റെയർ കേസാണ്. റെയർ കേസ് 1000-1 അങ്ങനെയൊക്കെയാണ്. സ്തോത്രം. ഇവിടെ യേശു കർത്താവിനെ കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയുന്നത് പ്രാണവേദനയിലായി. അതായത് സ്വതം കർത്താവിനറിയാം നെക്സ്റ്റ് മിനിറ്റ് കർത്താവിന് എന്താണ് സംഭവിക്കാൻ പോകുന്നത്. ഒന്ന് ചിന്തിച്ചു നോക്കി. നമുക്കിപ്പോൾ മനസ്സിലാകുന്നുണ്ട് നമ്മളെ അടുത്ത നിമിഷം കൊല്ലും, അല്ലെങ്കിൽ അടുത്ത നിമിഷം നമ്മുടെ മരണമാണ്. നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? സ്തോത്രം. യേശു കർത്താവ് അതേ ഒരു അവസ്ഥയിൽ ഇപ്പോൾ നിൽക്കുകയാണ്. പക്ഷെ എന്നെ ചിന്തിപ്പിച്ച ഒരു കാര്യം അവിടെ ഇങ്ങനെയാണ്. അവൻ പ്രാണവേദനയിലായി അതിശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു. നമുക്കാണെങ്കിൽ ആ സമയത്ത് ശ്രദ്ധ നിൽക്കുമോ? സ്തോത്രം. ശ്രദ്ധ നമുക്ക് ഒട്ടും നിൽക്കത്തില്ല. ഇപ്പൊ നമുക്ക് ഇങ്ങനെ ഭയങ്കര എന്തുവാ വേവലാതിയോ ആവലാതിയോ എന്തോ നമ്മൾ അതിന് പറയുന്നത്. സ്തോത്രം. ഭയങ്കര പരിവേഷം എന്തോ ഒരു സിറ്റുവേഷനാണ് നമുക്ക്. സ്തോത്രം. കർത്താവ് ആ സമയത്തും ശ്രദ്ധയോടെ അതിശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു. സ്തോത്രം. ദൈവമക്കളെ, നമ്മളൊക്കെ ഈ പ്രാർത്ഥിക്കുമ്പോൾ പലപ്പോഴും നമ്മുടെ ശ്രദ്ധ ഇങ്ങനെ ഡൈവേർട്ടായി പോകാറുണ്ട്. പത്രോസിനെ കുറിച്ച് ആമേൻ സ്തോത്രം, സഭ പ്രാർത്ഥിക്കുന്ന സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചെന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. സ്വർണ്ണനെ കുറിച്ച് പറയുക അതിശ്രദ്ധയോടെ. അതായത് ആ ഒരു വേദനയുടെ ഇടയ്ക്കും പിതാവുമായിട്ടുള്ള ബന്ധത്തിനകത്ത് ഒരു മാറ്റവും ഇല്ല. നമ്മൾ മനുഷ്യർ, എന്നെയും കൂടി ഉൾപ്പെടുത്തിയാണ് പറയുന്നത്. നമ്മളെല്ലാവരും ആണെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രതികൂലം വരുമ്പോൾ നമുക്ക് അങ്ങോട്ട് വേണ്ടുന്ന രീതിയിൽ പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. നമ്മൾ കർത്താവിനോട് പല ചോദ്യങ്ങൾ ചോദിക്കും. കർത്താവ്, എന്തുകൊണ്ട് എന്റെ ജീവിതത്തിൽ മാത്രം ഇങ്ങനെ വന്നു? ഞാൻ ഇത്ര നാൾക്ക് വിശ്വസത്തോടെ നിന്നിട്ട് ആമേൻ സ്തോത്രം. ഒത്തിരി ചോദ്യങ്ങൾ നമുക്ക് വരും. പക്ഷെ അവിടെയും കർത്താവിനെ ഒന്ന് നോക്കിക്കേ. കർത്താവ് അതിശ്രദ്ധയോടെ പ്രാർത്ഥിക്കുക. സ്തോത്രം. കർത്താവിന്റെ വിയർപ്പൊക്കെ രക്തത്തുള്ളി പോലെയായി. പക്ഷെ ആ 43-ാമത്തെ വാക്യത്തിൽ പറയുക, അവനെ ശക്തിപ്പെടുത്തുവാൻ സ്വർഗത്തിൽ നിന്നൊരു ദൂതൻ അവന് പ്രത്യക്ഷനായി. ദൈവത്തിന്റെ പൈതലേ, ഹല്ലേലൂയ. യേശു കർത്താവിന്റെ കൂടെ 3.5 വർഷക്കാലം നിന്ന എല്ലാ ശിഷ്യന്മാരും കർത്താവിനെ വിട്ടിട്ട് പോയി. ദൈവവചനത്തിൽ വ്യക്തമായി അത് പറയുന്നുണ്ട്. എല്ലാവരും അവനെ വിട്ടിട്ട് പോയി. എന്നാൽ കർത്താവ്, ആമേൻ സ്തോത്രം, ഹല്ലേലൂയ, ദൈവം തന്നെ കൈവിട്ടില്ല. പിതാവ് തന്നെ കൈവിട്ടില്ല. ഹല്ലേലൂയ. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. ആരൊക്കെ നമ്മുടെ കൂടെ നിന്നില്ലേലും, എല്ലാവരും നമ്മളെ കൈവിട്ടാലും, നമ്മെ ആമേൻ സ്തോത്രം, ഹല്ലേലൂയ, കൈവിടാത്തൊരപ്പൻ, നമ്മെ ചേർത്ത് നിർത്തുന്ന ഒരു അപ്പൻ. സ്തോത്രം. ഹല്ലേലൂയ. ആ 3.5 വർഷക്കാലം ഇവരുടെ ഒക്കെ എല്ലാ ആവശ്യത്തിനും വേണ്ടി കർത്താവ് കൂടെ നിന്നില്ലേ? ഒരു കരമടയ്ക്കേണ്ട സാഹചര്യത്തിൽ പോലും കർത്താവ് അവർക്ക് വേണ്ടിയുള്ളത് കരുതി. ആമേൻ സ്തോത്രം. രാത്രി മുഴുവൻ അധ്വാനിച്ച് ഒന്നും കിട്ടിയിട്ടില്ല. അടുത്ത നിമിഷം കുടുംബത്തിൽ ചെല്ലുമ്പോഴുള്ള അവസ്ഥ, മാനസിക അവസ്ഥ, ആമേൻ ഫിനാൻഷ്യൽ മേഖലകളിൽ ഒരു സാമ്പത്തിക അവസ്ഥ എല്ലാം കർത്താവ് മനസ്സിലാക്കി. പത്രോസിന് വേണ്ടിയുള്ളതും തന്റെ കൂട്ടർക്ക് വേണ്ടിയുള്ളതും ഒക്കെ കർത്താവ് കൊടുത്തിട്ട് ഈ കർത്താവിനെ ഒറ്റ നിമിഷം കൊണ്ട് ഇവര് മറന്നിട്ട് ഇവരെല്ലാം ഓടി. സ്തോത്രം. പക്ഷേ പിതാവ്, ഹല്ലേലൂയ, സ്വർഗത്തിൽ നിന്നൊരു ദൂതൻ അവന് പ്രത്യക്ഷനായി. ഇന്ന് രാത്രികാലം പരിശുദ്ധാത്മാവിൽ ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നു. ലോകം നിന്നെ കൈവിട്ടാലും, ആമേൻ, നീ പ്രതീക്ഷിച്ചവരും നീ ആശ്രയിച്ചവരും, അല്ലെങ്കിൽ നീ ഒരിക്കലും ഇവരെന്റെ ആമേൻ എല്ലായ്പ്പോഴും ഇവരെന്റെ കൂടെ കാണും, ഒരിക്കലും ഇവരെന്നെ വിടത്തില്ലെന്ന് നീ ചിന്തിച്ച പലരും നിന്നെ വിട്ടിട്ട് പോയോ? ആമേൻ ഹല്ലേലൂയ. സഹോദര സഹോദരി, ഭാരപ്പെടണ്ട. സ്വർഗത്തിൽ അപ്പൻ നിന്നെ കൈവിട്ടിട്ടില്ല. സ്വർഗത്തിൽ അപ്പൻ നിന്നെ കൈവിട്ടിട്ടില്ല. നീ എവിടെയാണ് ക്ഷീണിക്കുന്നത്? കർത്താവ് അത് കാണുന്നുണ്ട്. സ്തോത്രം. യേശു കർത്താവ് ക്ഷീണിച്ചപ്പോൾ അവനെ ശക്തിപ്പെടുത്തുവാൻ, അവിടെ എഴുതിയിരിക്കുന്ന പദം അങ്ങനെയാണ്, അവനെ ശക്തിപ്പെടുത്തുവാൻ സ്വർഗത്തിൽ നിന്നൊരു ദൂതൻ അവന് പ്രത്യക്ഷനായി. നിന്റെ ശക്തി ക്ഷയിക്കുന്നു എന്ന് തോന്നുന്നുണ്ടോ? ആമേൻ. ശൈല ജോഷി എന്ന് പറയുന്ന ആന്റിയുടെ ദൈവാത്മാവ് വ്യക്തമായി ഇടപെടുക. ചില മേഖലകളിലൊക്കെ ശക്തി ക്ഷയിച്ചു പോകുന്ന പോലെ തോന്നുന്നുണ്ടല്ലേ? ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് പറയുക, ആമേൻ, കർത്താവ് നിന്നെ ശക്തീകരിക്കുക. കർത്താവ് ശക്തീകരിക്കും. ഹല്ലേലൂയ. അപ്പൻ, സ്വർഗീയ അപ്പൻ വിടത്തില്ല. ഹല്ലേലൂയ. എന്റെ അവസ്ഥ ഞാൻ ആരോട് പറയും? എന്നെ ഒന്ന് മനസ്സിലാക്കാൻ ആരുമില്ലല്ലോ എന്ന് പല പല ചോദ്യങ്ങൾ, ഒരു ലിസ്റ്റ് ഇട്ട് എഴുതുന്നത് പോലെയുള്ള പല ചോദ്യങ്ങളുടെ അകത്തും ആമേൻ ടാസിയായിരിക്കുന്നു. എന്നാൽ ഇന്ന് രാത്രികാലം ഒരു കാര്യം ഉറച്ചോ, അതെ, കർത്താവ് കൈവിടത്തില്ല കേട്ടോ. ഹല്ലേലൂയ. ദൈവത്തിന്റെ പൈതലെ, ദൈവം നമ്മെ കൈവിടത്തില്ല. കർത്താവ് ഇങ്ങനെയാണ് പറഞ്ഞത്, ഞാൻ നിങ്ങളെ ഒരു നാളും അനാഥരായി കൈവിടത്തില്ല. ഞാൻ നിങ്ങളെ ഒരു നാളും കൈവിടത്തില്ല, ഉപേക്ഷിക്കത്തില്ല. സ്തോത്രം. ഞാൻ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഇരിക്കും. ഹല്ലേലൂയ. ഇന്ന് ഈ ലോകത്തിൽ നടക്കുന്ന പല സംഭവങ്ങളും എനിക്ക് വേണ്ടി ആരുമില്ലല്ലോ, ആമീൻ, എന്നൊക്കെ ചിന്തിച്ച് നടക്കുന്ന പല മരണങ്ങളുമാണ്. സ്തോത്രം. എന്നാൽ നമ്മൾ മനസ്സിലാക്കണം, കർത്താവ് പറയുക, ഞാൻ നിങ്ങളെ അനാഥരായി കൈവിടത്തില്ല. അനാഥരെന്ന് വെച്ചാൽ ഒരു അപ്പൻ അല്ലെങ്കിൽ ഒരു അമ്മയില്ലാത്ത ഒരു കുട്ടിയാണ് നമ്മൾ അനാഥൻ അല്ലെങ്കിൽ അനാഥ എന്നൊക്കെ വിളിക്കുന്നത്. സ്തോത്രം. അതായത് നമുക്കൊരു അപ്പനായി നമുക്കൊരു അമ്മയായി എപ്പോഴും
സ്വർഗീയ പിതാവ് നമ്മുടെ കൂടെയുണ്ട്. നമ്മൾ ഒരിക്കലും അനാഥരല്ല. ഹല്ലേലൂയ. നമ്മുടെ കൂടെ കർത്താവുണ്ട്, നമ്മുടെ കൂടെ പരിശുദ്ധാത്മാവുണ്ട്. ഇന്ന് രാത്രികാലം ദൈവാത്മാവ് ചിലരോടൊക്കെ വ്യക്തമായി വചനത്തിലൂടെ ഇടപെടുക. അതെ, നിന്നെ ആരൊക്കെ കൈവിട്ടിട്ട് പോയാലും 3.5 വർഷം തിന്ന് ആമേൻ സ്തോത്രം ആമേൻ വിടുതലുകൾ പ്രാപിച്ച്, രോഗസൗഖ്യം പ്രാപിച്ച്, ആമേൻ സ്തോത്രം വലിയ വിടുതലുകളും ആമേൻ വലിയ ഡെലിവറൻസ് കണ്ട ആമേൻ ഭൂതബാധിതരൊക്കെ ഭൂതത്തിൽ നിന്നൊക്കെ വിടുതൽ പ്രാപിച്ച് എല്ലാവരും യേശുവിനെ വിട്ടുപോയി. പക്ഷേ ആമേൻ പിതാവ് അറിഞ്ഞു പുത്രൻ അനുഭവിക്കുന്ന വേദന. പുത്രൻ ചോദിക്കുന്നുണ്ട്, കർത്താവേ ആമേൻ പിതാവേ എന്തിനാ എന്നെ കൈവിട്ടത്? നമുക്കറിയാം സ്തോത്രം ഹല്ലേലൂയ, പിതാവ് സ്വർഗത്തിൽ നിന്നൊരു ദൂതനെ അയച്ചു തന്നെ ശക്തിപ്പെടുത്തുവാൻ. ഇന്ന് രാത്രികാലം കർത്താവ് ചിലർക്ക് വേണ്ടി ദൂതനെ അയക്കും. ആമേൻ കർത്താവ് ചിലരെ ശക്തിപ്പെടുത്തി പുറത്തെഴുന്നേൽപ്പിച്ച് കൊണ്ടുവരും. ഹല്ലേലൂയ. നീ ചില മേഖലകളിൽ എന്റെ ശക്തി നഷ്ടപ്പെട്ടു പോകുന്നുണ്ടല്ലോ കർത്താവേ, എന്റെ ശക്തി ക്ഷയിച്ചു പോകുന്നുണ്ടല്ലോ കർത്താവ് എന്ന് ചോദിക്കുന്നുണ്ട് അല്ലെ? കർത്താവ് ചിലരെ ശക്തിപ്പെടുത്തുക, കർത്താവ് ചിലരെ ബലപ്പെടുത്തുക. ഞാൻ ആമേൻ 4 പേരുടെ മുൻപിൽ എങ്ങനെ നിൽക്കും? എന്നെ നോക്കി നിൽക്കുന്ന അനേകരുണ്ടല്ലോ, എന്നെ നിന്ദിക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്ന പല കുത്തുവാക്കുകളും എന്റെ ചുറ്റും നിൽക്കുന്നുണ്ടല്ലോ. അപ്പാ ഞാൻ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുന്ന ചിലരോട് പരിശുദ്ധാത്മാവ് പറയുക, കർത്താവ് തന്റെ ദൂതനെ അയക്കും. നിനക്ക് വേണ്ടി ഈ ലോകത്തിൽ വാദിപ്പാൻ ആരുമില്ലെങ്കിലും, നിനക്ക് വേണ്ടി ആമേൻ സംസാരിപ്പാൻ ഈ ലോകത്തിൽ ആരുമില്ലെങ്കിലും, നിനക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ഒരു സ്വർഗീയ അപ്പനുണ്ട്. ഹല്ലേലൂയ. സങ്കീർത്തനക്കാരൻ അതുകൊണ്ടാണ് പറയുന്നത്, യഹോവ തന്റെ ജനത്തിന് ശക്തി നൽകും. പ്രൈസ് ദി ലോർഡ്. ബാല്യക്കാരുണ്ടല്ലോ, ആമേൻ ബാല്യമാണ് ഏറ്റവും കൂടുതൽ ശക്തിയുള്ള ഒരു സമയം. ആ ആരും ക്ഷീണിക്കും, യൗവനക്കാരും ഇടറി വീഴുമെന്ന് ദൈവവചനം പറഞ്ഞു. എന്നാൽ യഹോവയെ കാത്തിരിക്കുന്ന നീ ശക്തിയെ പുതുക്കും. ഹല്ലേലൂയ. എത്ര പേർ അത് വിശ്വസിക്കുന്നുണ്ട്? ഞാൻ കർത്താവിന്റെ സന്നിധാനത്തിലാണ് കാത്തിരിക്കുന്നത്. ഞാൻ ഈ ലോകത്തിലുള്ള ഒരു ഫുഡിലോ അല്ലെങ്കിൽ ലോകത്തിലുള്ള ഒരു വ്യക്തിയിലോ അല്ല ഞാൻ ആശ്രയിക്കുന്നത്, ഞാൻ എൻ്റെ അപ്പനിൽ ആശ്രയിക്കുന്നത്. അതുകൊണ്ട് യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. പ്രൈസ് ദി ലോർഡ്. യഹോവയെ കാത്തിരിക്കുന്നവർ, യഹോവയിൽ ആശ്രയിക്കുന്നവർ, അവർ കുലുങ്ങാതെ നിൽക്കുന്ന സിയോൻ പർവ്വതം പോലെ. ആമേൻ. സിയോൻ പർവ്വതത്തിന് ഒരു കുലുക്കമില്ലെങ്കിൽ ദൈവത്തിൽ ആശ്രയിക്കുന്ന ജനത്തിനും പ്രതികൂലമില്ല എന്നല്ല, പ്രശ്നമില്ല എന്നല്ല, ഓളങ്ങളും തിരമാലകളും ഒന്നിനു പുറകെ ഒന്നായി ആഞ്ഞടിക്കുമ്പോഴും ആമേൻ കർത്താവ് കൂടെയുള്ളത് കൊണ്ട്, ആമേൻ സമുദ്രങ്ങളുടെ മധ്യേ പർവ്വതങ്ങൾ ആമേൻ ഇരച്ചു കലങ്ങിയാലും അതിന്റെ വെള്ളം കൊണ്ട് ആമേൻ സ്തോത്രം ഹല്ലേലൂയ ആമേൻ ാലും ഞാൻ കുലുങ്ങി പോകത്തില്ലെന്ന് സങ്കീർത്തനക്കാരൻ പറയുന്നതിന്റെ ഒറ്റയൊരറപ്പ്, ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു. കർത്താവാണ് തന്റെ ജനത്തിന് ശക്തി നൽകുന്നത്, കർത്താവാണ് തന്റെ ജനത്തിന്റെ ബലം. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം ഒന്ന് ഉറക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. അടുത്തൊരു വ്യക്തിയാണ്, നമുക്ക് എല്ലാവർക്കും സുപരിചിതമാണ്, അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ്. 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം അതിന്റെ 9-ാമത്തെ വാക്യം വളരെ സുപരിചിതമായുള്ള ഒരു വേദവാക്യമാണ്. 2 കൊരിന്ത്യർ 12-ാം അധ്യായം അതിന്റെ 9-ാമത്തെ വാക്യത്തിൽ, അവൻ എന്നോട് എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു എന്ന് പറഞ്ഞു. ആകയാൽ ക്രിസ്തുവിന്റെ ശക്തി എന്റെ മേൽ ആവസിക്കേണ്ടത് ഞാൻ അതിസന്തോഷത്തോടെ എന്റെ ബലഹീനതയിൽ പ്രശംസിക്കുക. അതായത് കർത്താവിന്റെ ശക്തി ആവസിക്കുവാൻ, കർത്താവിന്റെ ശക്തി തന്റെ മേൽ അവൻ മുഴുമഹത്വത്തോടെ വെളിപ്പെടുവാൻ താൻ തന്റെ ബലഹീനതയിൽ അങ്ങ് പ്രശംസിക്കുക. തന്റെ ജീവിതത്തിൽ ഒരു ബലഹീനതയുണ്ട്, സ്തോത്രം ഹല്ലേലൂയ. അത് മാറിപ്പോകുവാൻ താൻ ദൈവത്തോട് 3 വട്ടം അപേക്ഷിച്ചെന്നാണ് ഈ അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. പക്ഷെ കർത്താവ് അത് മാറ്റിക്കൊടുക്കില്ല. കർത്താവ് പറയാം, ഇതിന്റെ അകത്ത് നീ അനുഭവിക്കുന്ന ഒരു കൃപയുണ്ട്, അതാണ് എന്റെ കൃപ. സ്തോത്രം. അത് നിന്റെ ബലഹീനതകളിൽ തികഞ്ഞു വരുന്നതാണ്, നിന്റെ ബലഹീനതയിലെല്ലാം കവിഞ്ഞു നിൽക്കുന്ന ഒരു സംഭവമാണ് ദൈവത്തിന്റെ കൃപ. ദൈവത്തിന്റെ പൈതലെ, ചിലപ്പോഴൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴുണ്ടല്ലോ, കർത്താവ് ചിലതൊക്കെ നമുക്ക് മാറ്റിത്തരും. ചില മേഖലയിൽ കർത്താവ് നമ്മളെ ശക്തീകരിക്കും, ചില മേഖലയിൽ ദൂതൻ ഇറങ്ങും. പക്ഷെ ചില മേഖലയിൽ കർത്താവ് മാറ്റി തരത്തില്ല. കർത്താവ് അത് സഹിക്കാനുള്ള ഒരു കൃപയാണ് തരുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. ഏലിയാവിന്റെ വിഷയത്തിൽ ഒരു ദൂതൻ ഇറങ്ങി തന്നെ ശക്തിപ്പെടുത്തി. യേശു കർത്താവ് പിതാവിനോട് പ്രാർത്ഥിക്കുന്നത് ഈ പാനപാത്രം ഒന്ന് മാറ്റി തരണമേന്നാണ്. എന്നാൽ അവിടെ നമുക്ക് കാണാൻ കഴിയുന്ന പിതാവ് അത് മാറ്റിയൊന്നും കൊടുത്തില്ല. പക്ഷേ ദൂതനെ അയച്ച് തന്നെ ശക്തിപ്പെടുത്തുവാൻ സ്വർഗ്ഗത്തിന് ഒരു ദൂതനെ അയച്ചു. ഇവിടെ പൗലോസിന്റെ വിഷയത്തിലും സ്തോത്രം കർത്താവ് തന്നോട് പറയുക, എന്റെ കൃപ നിനക്ക് മതി. കർത്താവ് അത് മാറ്റിക്കൊടുക്കുന്ന ചില പ്രതികൂലങ്ങളൊക്കെ ദൈവമക്കളെ, അത് ദൈവത്തിന്റെ ഉദ്ദേശത്തോടെ വന്നതാണെങ്കിൽ കർത്താവ് അത് സഹിക്കാനുള്ള ഒരു കൃപ നമുക്ക് തരും. ഹല്ലേലൂയ. അതുകൊണ്ട് സ്തോത്രം, ഈ ബലഹീനതകളിൽ പ്രശംസിക്കാണ് പൗലോസ്. അതുകൊണ്ട് ആദ്യമൊക്കെ താൻ അങ്ങ് വേദനപ്പെട്ടിട്ട്, കർത്താവ് ഇത് എനിക്ക് എങ്ങനെയും ഒന്ന് മാറ്റി തരണമെന്ന് പറയുക. പക്ഷെ പിന്നീട് താൻ പറയുക, കർത്താവ് തന്നോട് സംസാരിച്ചു, എന്റെ കൃപ നിനക്ക് മതി പൗലോസ് എന്ന് പറയുമ്പോൾക്ക് താൻ പറയുക, ഞാൻ എന്റെ ഈ പ്രശ്നങ്ങളിൽ അല്ലെങ്കിൽ ഈ ബലഹീനതയിൽ ഞാൻ അങ്ങ് പ്രശംസിക്കുകയാണ്. കാരണം ക്രിസ്തുവിന്റെ ശക്തി എന്റെ മേൽ ആവസിക്കേണ്ടതിന്. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം എത്ര പേർക്ക് പറയുവാൻ കഴിയും, ദൈവം
തന്റെ ജനത്തിന് ശക്തി നൽകും. ഹല്ലേലൂയ. അടുത്ത ഒരു വിഷയം എടുക്കുവാൻ എന്റെ മുൻപിൽ സമയം പോരാ. ഹല്ലേലൂയ. കർത്താവ് തന്റെ ജനത്തെ സമാധാനം നൽകി അനുഗ്രഹിക്കുന്ന ദൈവമാണ്. ദൈവം തന്റെ ജനത്തിന് ശക്തി നൽകും. അതേ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ പ്രതികൂലം ഇല്ല എന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. നമ്മുടെ ജീവിതത്തിൽ പ്രശ്നമുണ്ട്. പക്ഷേ പലപ്പോഴും ഈ മടുപ്പ് തട്ടുന്ന എന്തിനാണെന്ന് അറിയാമോ? നമ്മൾ കർത്താവിനെ നോക്കേണ്ടതുപോലെ നോക്കാത്തത് കൊണ്ടാണ്. സ്തോത്രം. നമ്മുടെ ജീവിതത്തിൽ ഈ പൗലോസ് എബ്രായ ലേഖനം 12-ാം അധ്യായത്തിൽ എന്താണ് പറയുന്നത്? നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ചും മടുത്തും പോകാതിരിക്കേണ്ടതിന് ആമേൻ സ്തോത്രം, പാപികളാൽ വിരോധം സഹിച്ച ഇങ്ങനെയുള്ളവനെ നിങ്ങൾ ധ്യാനിച്ചു കൊള്ളണമെന്ന്. സ്തോത്രം. നമ്മൾ കർത്താവിനെ ധ്യാനിക്കാത്തോണ്ടാണ്. അതായത് ക്ഷീണവും മടുപ്പും തോന്നാതിരിക്കാൻ നിങ്ങൾ ക്രിസ്തുവിനെ ധ്യാനിക്കും. അതിന് തൊട്ട് മുൻപുള്ള വാക്യത്തിൽ 12-ാം അധ്യായം 2-ാമത്തെ വാക്യത്തിൽ പറയുന്നത് ആമേൻ സ്തോത്രം, വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്ന കർത്താവിനെ നിങ്ങൾ നോക്കണം. എന്നിട്ട് കർത്താവ് ചെയ്തതിനെ കുറിച്ച് അവിടെ പറയുകയാണ്. തന്റെ മുൻപിൽ വെച്ചിരുന്ന ആ സന്തോഷം നിമിത്തം അപമാനത്തെ അലക്ഷ്യമാക്കി. അതായത് കർത്താവ് കുറച്ചുകൂടെ ഫ്യൂച്ചറിൽ ചിന്തിച്ചു, അവൻ എന്റെ മുൻപിൽ ഇനി ഒരു സന്തോഷം ഉണ്ടല്ലോ, അതുകൊണ്ട് ഈ ഒരു അപമാനം അങ്ങ് അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുക. അപ്പോൾ ദൈവമക്കളാകുന്ന നാം, നമുക്ക് മുൻപിൽ ഒരു പ്രത്യാശയുണ്ട്, അല്ലെ? ഹല്ലേലൂയ. സ്തോത്രം. നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ്സിനെ വിചാരിച്ചാൽ നമ്മുടെ ഇന്നത്തെ പ്രശ്നമൊന്നും സാരമില്ല. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ പ്രശ്നമുണ്ട്, പക്ഷെ അതൊന്നും സാരമില്ല എന്ന് നമുക്ക് എണ്ണുവാൻ എപ്പോഴാണ് കഴിയുന്നത്? നമ്മൾ വെളിപ്പെടുവാനുള്ള തേജസ്സിനെ നമ്മൾ വലുതായി കാണുമ്പോൾ, ആ ദൈവീക മഹത്വത്തെ ഒന്ന് ദർശിക്കുമ്പോൾ, ആ ദൈവീക മഹത്വത്തെ കുറിച്ച് ഒന്ന് ചിന്തിക്കുമ്പോഴുണ്ടല്ലോ ഇന്നത്തെ പ്രശ്നങ്ങൾ നമുക്ക് വലിയ വിഷയമല്ല. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയരെ, ആമേൻ സ്തോത്രം, നമ്മുടെ ഉള്ളിൽ ക്ഷീണിച്ചു മടുത്തു പോകാതിരിക്കേണ്ടതിന് ക്രിസ്തുവിനെ ധ്യാനിക്കണം. ഹല്ലേലൂയ. പാപികളാൽ തനിക്ക് നേരിട്ട വിരോധം സഹിച്ച ആ കർത്താവിനെ ഒന്ന് ധ്യാനിക്കുവാൻ നമുക്ക് കഴിയട്ടെ. ഹല്ലേലൂയ. ദൈവം തന്റെ ജനത്തിന് ശക്തി നൽകും. സ്തോത്രം. നിങ്ങളെ ഒരുപക്ഷെ കാണുവാൻ ഈ ഭൂമിയിൽ ആരും കാണത്തില്ല. നിങ്ങളുടെ അവസ്ഥകൾ മനസ്സിലാക്കുന്ന ഒരു പക്ഷേ നിങ്ങളുടെ സ്വന്തം എന്ന് പറയുന്ന ആമേൻ സ്തോത്രം ആരും തന്നെ കാണത്തില്ല. എന്നാൽ ഞാൻ ഒരു കാര്യം ഉറപ്പായിട്ടും പറയാം, കർത്താവ് കൂടെയുണ്ട്. ഹല്ലേലൂയ. കർത്താവ് കൂടെയുണ്ട്. കർത്താവ് നമ്മെ കൈവിടത്തില്ല എന്ന് പറഞ്ഞാൽ കർത്താവ് കൈവിടത്തില്ല. ഹല്ലേലൂയ. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും. എന്റെ നീതിയുള്ള വലങ്കരം കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. കർത്താവിന്റെ വലങ്കരത്തിന്റെ അകത്ത് നീതിയുണ്ട്. കർത്താവിന്റെ വലങ്കരം കൊണ്ട് കർത്താവ് നമ്മെ താങ്ങിയിരിക്കുകയാണ്. അതുകൊണ്ട് ശത്രു ആമേൻ ജയഘോഷം കൊണ്ടാടുവാൻ കർത്താവ് സമ്മതിക്കത്തില്ല. ആമേൻ നിധിയിലൂടെ കടന്നു പോയാലും, നീ വെള്ളത്തിലൂടെ കടന്നു പോയാലും, നദികൾ നിന്റെ മേൽ ഒഴുകാതെ വേണം, തീയിൽ നീ ആമേൻ വെന്തു പോകാതെ വേണം, ഞാൻ നിന്റെ കൂടെയുണ്ട്. ധാർലിച്ചിത കർത്താവ് ഇന്ന് രാത്രികാലം ചിലരെ ധൈര്യപ്പെടുത്തി എഴുന്നേൽപ്പിക്കുക. അതേ ഹല്ലേലൂയ. ക്ഷീണിച്ചു മടുത്തു പോകാതെ പുറത്തു വരുവാൻ പരിശുദ്ധാത്മാവ് ചിലർക്ക് ആഹ്വാനം നൽകിയ ഒരു നിമിഷം നമ്മുടെ കണ്ണുകളിൽ വെച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് ചിലരെ പുറത്തെടുക്കുകയാ. അതേ ഹല്ലേലൂയ. നീ എവിടെയാണ് ക്ഷീണിച്ചു പോയത്? എവിടെയാണ് മടുത്തു പോയത്? ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് പറയാ, അവിടുന്ന് നീ ഒന്ന് എഴുന്നേൽക്കുക, അവിടുന്ന് നീ ഒന്ന് എഴുന്നേൽക്കുക. കർത്താവ് ചിലരെ ആമേൻ ദൂതനെ അയച്ച ആമേൻ ഏലിയാവിനെ തട്ടി ഉണർത്തിയതുപോലെ പത്രോസിനെ തട്ടി ഉണർത്തി, നീ വേഗം എഴുന്നേറ്റ് ചെരുപ്പിട്ട് എന്റെ പിന്നാലെ വരിക എന്ന് ചില ദൈവ ശബ്ദങ്ങൾ കർത്താവ് ചിലർക്ക് നൽകിയിട്ട് പറയുക, നീ ആമേൻ ആമേൻ എഴുന്നേറ്റോ, നീ ഇനി ഇവിടെ കിടക്കല്ല, നിന്റെ മുൻപിൽ ചില ദൂരയാത്രയുണ്ട്, നിന്റെ മുൻപിൽ നിന്നിലൂടെ വെളിപ്പെടും ചില ശുശ്രൂഷയുണ്ട്. നീ ചില രാജാക്കന്മാരെ അഭിഷേകം ചെയ്യണം. നീ ചില പ്രവാചകനെ, നിനക്ക് പിൻപിൽ ഒരു പ്രവാചകൻ എഴുന്നേൽക്കണം. ആ പ്രവാചകനെ അഭിഷേകം ചെയ്യേണ്ടത് നീ. ഹല്ലേലൂയ. നീ അവൻ ക്ഷീണിച്ച് തളർന്ന് മടുത്തുപോയാൽ നിന്നിലൂടെ വെളിപ്പെടേണ്ട ശുശ്രൂഷ വെളിപ്പെടത്തില്ല. കർത്താവിന്റെ ആത്മാവ് ചിലരോട് വ്യക്തമായി പറയുക, ചില വാഗ്ദത്തങ്ങൾ കഴിഞ്ഞ നാളുകളിൽ ആമേൻ പെൻഡിങ് ആയി കിടന്നത് ആമേൻ സ്തോത്രം പ്രാപിക്കണമെങ്കിൽ ഒരിടത്ത് അടങ്ങിയിരിക്കാൻ ഹല്ലേലൂയ ആമേൻ സ്തോത്രം പറ്റത്തില്ല. ഒരിടത്ത് അടങ്ങിയിരിക്കല്. കർത്താവ് പറയും, എഴുന്നേറ്റോ. ആമേൻ സ്തോത്രം. ഇനിയും ചില ദൂര യാത്രകളുണ്ട്, ഇനിയും ചിലത് ചെയ്തെടുക്കുവാനുണ്ട്, ഇനിയും മുന്നോട്ട് പോകുവാനുണ്ട്. ആമേൻ സ്തോത്രം. നമ്മുടെ മുൻപിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുവാൻ, സ്ഥിരതയോടെ ഓടുവാൻ ഞാൻ നല്ല പോർ പൊരുതു. ഓട്ടം തികച്ചു നാം ഓരോരുത്തർക്കും ഓട്ടത്തിൽ നമ്മെ ആക്കി ഓട്ടമുണ്ട്, ഓട്ടം പൂർത്തീകരിക്കാനുണ്ട്. ഹല്ലേലൂയ. അതിന്റെ അകത്ത് ഒരിടത്തിരിപ്പാനല്ല, വേഗം എഴുന്നേറ്റ് മുന്നോട്ട് പോകുക, വേഗം എഴുന്നേൽക്കുക. ആമേൻ സ്തോത്രം. എഴുന്നേറ്റ് പ്രകാശിക്കുക, അതിന്റെ പ്രകാശം വന്നിരിക്കുന്നു. ഹല്ലേലൂയ. കർത്താവ് ചിലരെ ഇന്ന് രാത്രികാലം എഴുന്നേൽപ്പിക്കുക. വർഷങ്ങളായി ആമേൻ സ്തോത്രം ഒരേ ഒരു അവസ്ഥയിൽ 38 വർഷമായി കിടന്ന മനുഷ്യനെ കർത്താവിന്റെ പദ്ധതിയാ തന്റെ ജീവിതത്തിൽ ഒരു പ്രതീക്ഷയുമില്ല. താൻ പറയുക, അവനോട് ചോദിക്കും, നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ? മനസ്സ് പോലും മടുത്ത് മനസ്സില്ലാതെ കിടക്കുകയാ. കാരണം ഇനി പ്രതീക്ഷയ്ക്ക് ഒരു വകയില്ല. തനിക്ക് പറയുവാനൊക്കെ ആമേൻ ഒത്തിരി ആമേൻ സ്വരം ഹാലു തന്റെ ജീവിതത്തില് ആമേൻ പരാജയങ്ങളുടെ ഒരു ലിസ്റ്റാണ്. കർത്താവിനെ സഹായിപ്പാൻ ആരുമില്ലല്ലോ. കർത്താവേ,
ആമേൻ. ഞാൻ പലപ്പോഴും പരിശ്രമിക്കുന്നുണ്ട്, ദൂതൻ ഇറങ്ങുമ്പോഴൊക്കെ ഞാൻ പരിശ്രമിക്കുന്നുണ്ട്, പക്ഷെ എനിക്ക് പറ്റുന്നില്ല കർത്താവെ. പക്ഷെ കർത്താവ് അതിനൊന്നും ആൻസർ പറയില്ല. കർത്താവ് പറയുക, ആമേൻ, നീ നിന്റെ കിടക്ക എടുത്ത് നടക്ക. ഇന്ന് വരെ നിന്നെ ചുമന്നത് നിന്റെ കിടക്കയാണോ? ഇനി മുതൽ നീ അതിനെ ചുമക്കും. ഹല്ലേലൂയ. ഇനി മുതൽ നീ അതിനെ ചുമക്കും. പ്രൈസ് ലോർഡ്. നിന്നെ ചുമന്ന ചിലതിനെ ചുമക്കുവാൻ, ഹല്ലേലൂയ, കർത്താവിന്റെ ആത്മാവ് ചിലർക്ക് ആഹ്വാനം നൽകുക. അതേ, ആമേൻ, സ്വരം മടുത്തു പോകാതെ, ക്ഷീണിച്ചു പോകാതെ എഴുന്നേൽക്കുവാൻ, സടകുടഞ്ഞ് എഴുന്നേൽക്കുവാൻ, ചിലതിന്റെ മുൻപേ ഓടുവാൻ. ആമേൻ, ആമേൻ. ഫിലിപ്പോസ് തേരിനോട് ചേർന്ന് നടന്നതുപോലെ ചിലതിന്റെ മുൻപേ ഓടുവാനുള്ള ദൈവിക അഭിഷേകം പകർന്ന കർത്താവ് ചിലരെ എഴുന്നേൽപ്പിക്കുകയാണ്. ശാലകരകടകസിയ അർദ്ധൽ പ്രബാലക ശാന്തൽ കടകസിയ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ യഹോവ തന്റെ ജനത്തിന് ശക്തി നൽകും. യഹോവ തന്റെ ജനത്തെ സമാധാനം നൽകി അനുഗ്രഹിക്കും. ഇന്ന് രാത്രികാലം സ്വർഗീയപ്പ, ഞങ്ങൾ അങ്ങയുടെ തിരുമുഖത്തേക്ക് നോക്കുന്നു. ഈ സെഷനിൽ ജോയിൻ ചെയ്തിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവർ കടന്നു പോകുന്ന അവസ്ഥ എന്തു തന്നെയാണെങ്കിലും സ്വർഗീയ ഭാഗം നന്നായി അറിയുന്നു. ദൈവം തന്റെ ജനത്തിന് ശക്തി നൽകും. കർത്താവെ, അവരെ ശക്തീകരിക്കണമേ. നിരാശപ്പെട്ടു പോകുവാൻ അനുവദിക്കലേ. അവൻ ക്ഷീണിച്ചു പോകുവാൻ അനുവദിക്കലേ. ഇനിയും മുന്നോട്ട് ചെയ്തെടുക്കേണ്ട പല കാര്യങ്ങളുണ്ടല്ലോ കർത്താവെ. യോനെ അടിത്തട്ടിൽ കിടന്നുറങ്ങുമ്പോഴും കർത്താവിന്റെ പദ്ധതി താൻ നിലവിലേക്ക് പോയി പ്രസംഗിക്കണം എന്നാണ്. പലപ്പോഴും ക്ഷീണിച്ച് തളർന്ന് ആത്മാവിന് ഒരുക്കമുണ്ടെങ്കിലും ജഡം ബലഹീനമായ അവസ്ഥയിൽ ശിഷ്യന്മാർ കിടന്നുറങ്ങിയതുപോലെയൊക്കെ പലരും കിടന്നുറങ്ങിയാണ്. കർത്താവെ, ആ അവസ്ഥയ്ക്ക് ഒരു മാറ്റം വരട്ടെ. യേശുവിന് അധികാരമുള്ള നാമത്തിൽ അവരെ സ്വന്തം ഞങ്ങളെ കുറിച്ചുള്ള ദൈവീക പദ്ധതി ഞങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കുവാൻ, ഞങ്ങളെ തന്നെ കർത്താവിന്റെ കരങ്ങളിൽ പ്രാർത്ഥിക്കുന്നു. അതൊന്ന് മനസ്സിലാക്കുവാൻ, ദൈവിക ശബ്ദമനുസരിച്ച് മൂവ് ചെയ്യുവാൻ പരിശുദ്ധാത്മാവ് കൃപ ചെയ്യണമേ. കർത്താവ് അത് ചെയ്യുന്നത് ഓർത്ത് നന്ദി. സ്വന്തം ദൈവത്തിന്റെ ആത്മാവ് ഞങ്ങളോട് ഇടപെട്ട നല്ല ദൈവിക ആലോചനകൾക്കായി നന്ദി. അത് കേട്ട് ഞങ്ങളെ തന്നെ ചതിക്കുന്നവരായിട്ടല്ല, അത് പ്രമാണിച്ച് ജീവിക്കുവാൻ, അങ്ങയുടെ ഇഷ്ടം ചെയ്യുവാൻ ഞങ്ങളെ ഓരോരുത്തരും കർത്താവ് സഹായിക്കണമേ. അതിനായി ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥന കേട്ടു ഓർത്ത് സ്തോത്രം, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. വചനം ശ്രവിച്ച എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. അവസരം ഒരുക്കുന്ന കർത്താവിന്റെ ദാസിയോടും ഈ ഗ്രൂപ്പിലുള്ള എല്ലാവരോടുള്ള നന്ദി അറിയിച്ചുകൊണ്ട് വാക്കിലിഷ്ടം കർത്താവ് സഹായിക്കട്ടെ. താങ്ക് യു.